നമ്മളെല്ലാവരും പരസ്പരം പരിചിതമായ ആളുകളാണ്. ഇതിൽ പല ആളുകളും പ്രഭാഷണത്തിനും പ്രസംഗത്തിനുമൊക്കെ പോകുന്ന ആളുകളുമാണ്. ധാരാളം ക്ലാസ്സുകളും സെമിനാറുകളും സിമ്പോസിയങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരുമൊക്കെയാണ്. ഇങ്ങനൊരു പരിപാടി സംവിധാനിച്ചത് ആധുനിക കാലഘട്ടത്തെ കൂടി വായിക്കുക എന്നതുമായി ബന്ധപ്പെടുത്തിയാണ്. വായന സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് പുസ്തക വായനയാണ്. ആ വായനയിൽ നിന്ന് ഒന്നുകൂടി ഡീപ്പിലേക്ക് പോകുമ്പോൾ പുസ്തക വായന തന്നെ മൂന്നർത്ഥത്തിലുണ്ട്. ഖിറാഅത്തുൽ ഫർദിയ, ഖിറാഅത്തുൽ മുസ്തഫീദ, ഖിറാഅത്തുൽ മുഅസ്സറ. പേഴ്സണൽ റീഡിംഗ്, റിഫ്ലക്റ്റീവ് റീഡിംഗ്, റെഫറൻസ് റീഡിംഗ്. സാധാരണ നമുക്ക് വായിക്കും പോലെ വായിക്കാം, നമ്മുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ വായിക്കാം, നല്ല ഡെപ്തായിട്ട് റെഫറൻസിന് വേണ്ടിയിട്ട് വായിക്കാം. ആ വായന പുസ്തകത്തിൽ നിന്നൊന്ന് മാറി കുടുംബത്തെ നമ്മൾ വായിക്കണം. കുടുംബത്തെയും ഇതേപോലെ ജസ്റ്റ് ഒന്ന് പരിഗണിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വായിക്കാം. ഒരു ഫാമിലി റീഡിംഗ് എന്ന് പറയുന്ന ഒന്നിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കുടുംബത്തെ വായിക്കാം. ഇതേപോലെ തന്നെ ഓരോ വ്യക്തിയെയും റെഫർ ചെയ്തുകൊണ്ടും അതിൻ്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ടും നമുക്ക് വായിക്കാം. സോഷ്യൽ റീഡിംഗ് എന്ന് പറയുന്നൊരു വായനയുണ്ട്. ആ വായന സത്യത്തിൽ സൊസൈറ്റിയെ വായിക്കലാണ്, സമൂഹത്തെ വായിക്കലാണ്. ഈ ലോകത്തിലെല്ലാ പുസ്തകങ്ങളും സാധാരണഗതിയിൽ രചിക്കപ്പെടുന്നത് സോഷ്യൽ റീഡിങ്ങിന് ശേഷമാണ്. സാഹിത്യകാരന്മാർ ഒരു കൃതി എഴുതുന്നത് സൊസൈറ്റിയെ ബന്ധപ്പെടുത്തിയാണെങ്കിൽ അത് സമൂഹത്തെ വായിച്ചുകൊണ്ട് എഴുതുന്നതാണ്. അതുകൊണ്ടാണ് ആരും എഴുതാത്ത രീതിയിൽ അയാൾക്ക് എഴുതാൻ കഴിയുന്നത്. ഇതേപോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൃത്യമായി നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും വായിക്കാനുള്ള ഒരു ത്രാണി ഉണ്ടാകണം. ഓരോ വ്യക്തിയെയും വായിക്കാനുള്ള ത്രാണി അതില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും കുട്ടികളൊക്കെയും അപജയത്തിൽ ചെന്ന് പോയി പെടുന്നത്. എൻ്റെ സുഹൃത്ത് ആരാണ്, എൻ്റെ സുഹൃത്ത് എങ്ങനെയുള്ള ആളാണ്, അവൻ ഏത് ബാക്കപ്പിൽ നിന്ന് വരുന്നു, അവൻ്റെ പ്രീ ഹിസ്റ്ററി എന്താണ്, അവൻ്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്. ഇങ്ങനെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ആ സുഹൃത്തിനെ വായിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അപജയങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുമായി ബന്ധപ്പെട്ടവരെ തിരിച്ചറിയുക എന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുടുംബത്തിൽ നമ്മൾ ഇതിപ്പോൾ ഈ ഇരിക്കുന്ന എല്ലാ ആളുകളും കുടുംബിനികളാണ്, അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ടവരാണ്. കുടുംബമാണല്ലോ പിന്നെ സമൂഹമാകുന്നത്. വ്യക്തി കുടുംബമാകുന്നു, കുടുംബം പിന്നെ സമൂഹമാകുന്നു, ആ സമൂഹം രാഷ്ട്രമാകുന്നു, രാഷ്ട്രങ്ങൾ പിന്നെ ലോകമാകുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഇന്നത്തെ അപജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരത് തേടിപ്പോകുന്നതല്ല, അവരെ ചിലതൊക്കെ തേടി വരുന്നതാണ്. ഇപ്പോൾ ഏകദേശ കണക്ക് പ്രകാരം 60% ആളുകളും ലഹരിക്ക് അടിമപ്പെടുന്നത് അവരത് തേടി പുറപ്പെട്ടവരല്ല, അവരെ തേടി ഈ സാധനം വരുന്നു എന്നതാണ്. നമ്മൾ വിചാരിക്കും അത് ഉപയോഗിച്ച കുട്ടി എങ്ങനെയോ അത് തേടി പുറപ്പെട്ട് അവൻ കണ്ടെത്തി പിടിച്ച് അങ്ങനെയാണത് ഉപയോഗിക്കുന്നത് എന്ന്. അത് തെറ്റാണ്. കണക്കുകൾ വിശദീകരിക്കുന്നത് നിഷ്കളങ്കരായ കുട്ടികൾ ഇതിൽ വളരെ പെട്ടെന്ന് പെട്ടുപോകുന്നു എന്നാണ്. നമ്മളിപ്പോൾ ആരുടെ ചരിത്രം എടുത്താലും ഇവിടെ ഇപ്പോൾ കുറേ കുട്ടികളുടെ പേരുകളൊക്കെ നമുക്കൊക്കെ അറിയാമല്ലോ, പത്രങ്ങളിൽ ഇഷ്ടം പോലെ വന്നതാണ്. ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞ് പ്രസംഗിക്കേണ്ടതില്ല. തന്നെയുമല്ല അതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരൊക്കെ ഉണ്ടാകാം. ഓരോ കുട്ടികളും, ആ കുട്ടികൾ ഓരോ അപജയത്തിലേക്ക് എത്തുന്നത് അവരായിട്ട് തിരഞ്ഞെടുത്തവരെന്ന് മാത്രമല്ല, പലരും നിഷ്കളങ്കരായിരുന്നു. പക്ഷെ ആ ചെയ്തതിന് ശേഷം പിന്നെ നിഷ്കളങ്കരെന്നവരെ നമുക്ക് വിളിക്കാൻ കഴിയില്ല. അതുവരേക്കും അവരുടെ ജീവിതം അങ്ങനെയാണ്. ഇപ്പം 5 പേരെ കൊന്നൊടുക്കിയ വ്യക്തിയെക്കുറിച്ചിട്ട് കുടുംബക്കാർക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം പറയാനുള്ളത് അവൻ നല്ലൊരു വ്യക്തിയായിരുന്നു എന്നാണ്. അപ്പം നല്ല വ്യക്തികൾ ഇതിൽ പെടില്ല എന്നർത്ഥമില്ല. കാരണം അവരെ തേടി വരും ഓരോന്നും. ആ തേടി വരലുകളാണ് നമ്മളെ വല്ലാണ്ട് സങ്കടപ്പെടുത്തുന്നത്. പണ്ടത് തേടി പോകലായിരുന്നു, ഇന്ന് ആ സാധനം നമ്മളെ തേടി വരികയാണ്. അറബികൾ പറയാറുണ്ട്, ദുബായിലൊക്കെ ഇത് കുറേശ്ശൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് അവർ പറയാറുണ്ട്, അതൊരു സിന്തയാണ്, ജീവിക്കുന്ന സാധനമാണ്. അടുത്തു വന്നിരുന്നാൽ അത് നമ്മളിലേക്ക് ചേക്കേറും.
അതൊരു ഹയ എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഹയാത്ത് എന്നതിൻ്റെ ത ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കാതെ പറയുന്നു. ഒരു ഹയാത്താണ്, ശരിക്കും ഒരു ജീവിതമാണ്. ആ ജീവിതത്തിൻ്റെ ഒരു സബര്യ പോലെ അത് നമ്മളിലേക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നു. ഓരോ കുട്ടികളും ഇങ്ങനെ കെടുതിയിൽപ്പെടുന്നത് അങ്ങനെയാണ്. എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കമുണ്ടാകുന്നത്? ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന പല പ്രശ്നങ്ങളും തുടങ്ങിയത് എവിടെ നിന്നാണ്? ഇതിൽ കൗൺസിലേഴ്സായിട്ടുള്ള ആളുകളുണ്ടാവും. അതിന് പൊളിറ്റിക്കൽ റീസൺ ഉണ്ട്, അതിന് എക്കണോമിക് റീസൺ ഉണ്ട്, സോഷ്യൽ റീസൺ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഷെയിം എന്ന് പറയുന്ന ഒന്ന്. കുട്ടികളെ നല്ല രീതിയിൽ ജീവിക്കാൻ അനുവദിക്കാതെ അവരെ അതിൽ പെടുത്തിക്കൊണ്ടിരിക്കുക, വാക്കുകൾ ഉപയോഗിച്ചിട്ട്. ഒരു കുട്ടി ക്ലാസ് റൂമിൽ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞാൽ നീ ഇപ്പോഴും ഇങ്ങനെ ഒരാളാണോ എന്ന് അവനോട് ചോദിക്കുകയാണ്, അവനെ ഷെയിമാക്കുകയാണ്. ഏതെങ്കിലും ഒരു കുട്ടി വീട്ടിലേക്ക് ഫോൺ വിളിച്ചിട്ട് നീ വാടാ, ഞങ്ങളിവിടെയുണ്ട്, കാത്തിരിക്കുന്നുണ്ട്, നീ വരൂ എന്ന് പറയുമ്പോൾ ഞാനില്ല, എൻ്റെ ഉമ്മ അയക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മറുപടി നീ ഇപ്പോഴും അമൂൽ ബേബിയാണോ എന്നാണ്. അപ്പോൾ അമൂൽ ബേബി എന്നുള്ള വാക്ക് ഇങ്ങനെ കേട്ട് കേട്ട് അവസാനം അവൻ്റെ മനസ്സിൽ നിന്ന് തോന്നുന്നൊരു തോന്നലാണ്, അതെനിക്ക് പറ്റിയ പ്രയോഗമല്ല, ആ പ്രയോഗം തിരുത്തേണ്ടതുണ്ട്. ഞാനങ്ങനെ ഉമ്മയുടെയും ഉപ്പയുടെയും ചൊൽപ്പടിയിൽ മാത്രം നിൽക്കുന്നത് കൊണ്ടാണ് ഇവരെന്നെ അമൂലെന്ന് വിളിക്കുന്നത് എന്ന തോന്നലിൽ നിന്നാണ് ഈ കുട്ടി അങ്ങനെയായി മാറുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരായത്തിലൂടെ മനുഷ്യൻ്റെ സ്റ്റേജുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നമൽ ഹയാത്തു ദുനിയ ലഅബുൻ വലഹുവുൻ വസീനത്തുൻ വതഫാഖുറും ബൈനക്കും വതകാസുറും ബിൽ അംവാൽ വൽ ഔലാദ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇന്നമൽ ഹയാത്തു ദുനിയ ലഅബുൻ, ആദ്യം കളിയാണ്. ഇതപ്പോൾ ചെറിയ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം മുഴുവനും പ്ലേ ആണ്. അവർക്ക് ഇന്നിവിടെ നടക്കുന്നതിൻ്റെ ഗൗരവം അറിയില്ല, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നറിയില്ല. എന്തൊക്കെയോ ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ അതൊന്നുമല്ല ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങളുടെ കളിയിലാണ്. അവർ ഓടുന്നു, ചാടുന്നു. കുട്ടികളുടെ പ്രകൃതം അങ്ങനെയാണ്. രണ്ടാമത്തെ സ്റ്റേജ്, ഇവിടെ ഇപ്പോൾ 12 വയസ്സ് 13 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ചിലപ്പോൾ പ്രസംഗം ഒരു അരാജകമായി അവർ മൊബൈലിൽ ഇരുന്നിട്ട് ഗെയിം കളിക്കുന്നുണ്ടാവും. അത് വെറും കളിയല്ല. ഗെയിം കളിയെ ലഹുവ് എന്നാണ് വിളിക്കുക. അത് ലൈബല്ല, അത് ലഹുവാണ്. ലഹുവ് എന്ന് പറഞ്ഞാൽ ഒരു വിനോദമാണ്. അത് വെറും ഒരു പ്ലേ ആയി നമ്മൾ കാണരുത്. അഥവാ കുട്ടികളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടി ഓടുക, ചാടുക, അത് പ്രകൃത്യ അള്ളാഹു നമുക്ക് തന്നൊരു രീതിയാണ്. അതുകൊണ്ട് ചെറുപ്പത്തിൽ ഖുർആൻ പഠിക്കുന്ന കുട്ടികളായാലും മദ്രസയിൽ തൊപ്പിയിട്ടോ അല്ലെങ്കിൽ ജുബ്ബയിട്ടോ ഒക്കെ നടക്കുന്ന കുട്ടികളായാലും അവർ കളിക്കണം. ഫുട്ബോൾ ആയാലും എല്ലതും. കാരണം കുട്ടികൾ കളിക്കേണ്ടവരാണ്, കളിയും അവരുടെ ഭാഗമാണ്. പഠിത്തത്തിൻ്റെ കൂട്ടത്തിലേ കളിക്കണം. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ ലഹുവിലേക്ക് കടക്കുമ്പോൾ അത് വിനോദമാണ്. അമ്യൂസ്മെൻ്റ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് സാധാരണ തഫ്സീറിൽ പറയുന്ന വാക്ക്. അമ്യൂസ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ സന്തോഷത്തിന് വേണ്ടി ചില കളികൾ തിരഞ്ഞെടുക്കുന്നു. അത് വിനോദമാണ്. സമയബന്ധിതമല്ലാത്ത, മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത വേറൊരു ലെവലിലേക്ക് കളി എത്തുന്നതിൻ്റെ പേരാണ് ലഹുവ്. അത് കഴിഞ്ഞാൽ പിന്നീടെത്തുന്ന ഒരു പൊസിഷനാണ് സീന. ലഅബുൻ വലഹുവുൻ വസീനത്തുൻ എന്നാണ്. സീനത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും സ്റ്റൈലിഷായി നടക്കാൻ. അത് കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടോ 14, 15, 16, 17 വയസ്സുള്ള കുട്ടികളൊക്കെ ഏകദേശം ഒരു കൗമാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ യുവത്വത്തിലേക്ക് വരുന്ന കുട്ടികളൊക്കെ എപ്പോഴും മുടി സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഈ ചെറിയ കുട്ടികൾക്ക് സ്വന്തത്തിൽ അങ്ങനെ മുടി വെട്ടണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടാകില്ല. മാതാപിതാക്കൾ അവരിൽ കുത്തിച്ചേർത്തിയിട്ടാണ് അവരങ്ങനെ മുടി വെട്ടുന്നത്. എന്നാൽ ഈ സ്റ്റൈലിന് വേണ്ടി നടക്കുന്ന കുട്ടികൾ അവരാണ് ഏറ്റവും കൂടുതൽ ഫേഷ്യൽ ഉപയോഗിക്കുന്നത്, അവരാണ് ഏറ്റവും കൂടുതൽ ക്രീമുകൾ ഉപയോഗിക്കുന്നത്, അവരാണ് ഏറ്റവും കൂടുതൽ ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളെ വീട്ടിലൊരു കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണവന്മാരൊക്കെ കല്യാണത്തിൻ്റെ ബന്ധുക്കൾ ആരോടൊക്കെ പറഞ്ഞു, ആരോടൊക്കെ പറഞ്ഞില്ല, ഇനി ആരൊക്കെ വരും, ആരൊക്കെ വരില്ല എന്നുള്ള വലിയ ബേജാറിൽ നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള കുട്ടികളുടെ താല്പര്യം ഡ്രസ്സ് ചേഞ്ച് ചെയ്യലും ഫോട്ടോ ഷൂട്ടിങ്ങും മാത്രമായിരിക്കും. അവർക്ക് ആരൊക്കെ വന്നു എന്നോ ആരൊക്കെ ബിരിയാണി കഴിച്ചു കഴിച്ചില്ല എന്നോ ഇതൊന്നൊരു വിഷയമേ അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആര് വന്നു, ആരൊക്കെ കണ്ടു എന്നതല്ല. എൻ്റെ കസിൻ ബ്രദേഴ്സ്, കസിൻ സിസ്റ്റേഴ്സ് അവരൊന്നിച്ചിട്ടുള്ള ഫോട്ടോസ്, അതേപോലെ തന്നെ ഡ്രസ്സ് മാറ്റിയിട്ടുള്ള ഫോട്ടോസ്, അതിനു വേണ്ടിയിട്ടുള്ള ഓരോ രീതിയിലുള്ള അവരുടെ ഇൻസ്റ്റഗ്രാം, അതിൻ്റെ റീൽസ്, ഇതൊക്കെയായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ അത് സീനയിലേക്ക് കിടക്കുകയാണ്. പിന്നെ നമ്മളെപ്പോലെയുള്ള ഒരു പ്രായത്തിലെത്തുന്ന സമയത്ത് ആ ഒരു സീന എന്ന് പറയുന്നത് ഉണ്ടാകുമെങ്കിലും അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് വതഫാഖുറും ബൈനക്കും എന്നാണ്. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമ നടിച്ചു നടക്കും. ഞാനാണ് വലുത്, നീയാണ് വലുത്, അല്ലെങ്കിൽ എൻ്റെ അടുത്താണ് കൂടുതൽ സമ്പത്ത്, നിൻ്റെ അടുത്താണ് സമ്പത്ത് ഇല്ലായ്മ,
ഞാൻ വലിയ ബിസിനസ്സുകാരനാണ്, നീ അങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ മകൻ ഡോക്ടറാണ്, എൻ്റെ മകൻ എഞ്ചിനീയറാണ്. ഇങ്ങനെ പരസ്പരം മത്സരിച്ച് ഫഖ്ർ നടിച്ചു നടക്കും. അത് മനുഷ്യൻ്റെ ഒരു 4ാമത്തെ സ്റ്റേജാണ്. അതും കഴിഞ്ഞാൽ പിന്നീട് വതകാസുറുൻ എന്നാണ്, അഥവാ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഏത്? അംവാൽ, അവൻ്റെ സമ്പത്തിനെ. ആ സമ്പത്ത് ഇങ്ങനെ 1000 കോടി, 2000 കോടി, 5000 കോടി, 10000 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിനെ അധികരിപ്പിക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് എന്താണ്? പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അള്ളാഹു പറഞ്ഞു വെക്കുന്നില്ല. കാരണം വെറും ഭൗതികപരമായി സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജൈത്രയാത്ര മാത്രമേ അവനുണ്ടാകൂ. ഒടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും അവനുണ്ടാവുകയുമില്ല. ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യനിൽ നിന്നും വ്യതിരിക്തമായിട്ട് ഒന്ന് മാറണമെങ്കിൽ കുട്ടികളുടെ ലൈബിൻ്റെ സമയത്ത്, കുട്ടിയുടെ കളിയുടെ സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് രക്ഷിതാക്കളായ നമ്മൾ ഓരോരുത്തരും ഫോക്കസ് ചെയ്യണം. കുട്ടികൾ ഏത് കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് കളി അതിന് സമയബന്ധിതമുണ്ട്, അതിൽ സാമ്പത്തികം ഇറങ്ങാതെ നോക്കേണ്ടതുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ കുട്ടി നിങ്ങളിവിടെ സ്ക്രീനിൽ കാണിച്ച മോന് 5 പേരെ കൊന്നു എന്നൊക്കെ പറയുന്ന ആൾ 65 ലക്ഷം രൂപയോളം കടം വരുമ്പോൾ എങ്ങനെയാണത് വന്നത് എന്നത് ഇന്നും പൂർണ്ണമായും വ്യക്തമായിട്ടില്ല. അത് ഗെയിമിലേക്ക് പോയതാണോ, വേറെ ഏതെങ്കിലും ലോകത്തിലേക്ക് പോയതാണോ എന്നൊക്കെ ഇങ്ങനെ അന്വേഷണങ്ങളും അതിൻ്റെ ആവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം കുട്ടികൾ കളിക്കുന്ന കളി ഏതാണ്? അഥവാ മുതിർന്നവരും കളിക്കും. ഈ ഒരു സീരിയസ്നെസ് ഇല്ലാത്ത ആളുകൾ, അഥവാ അവർ ബിസിനസ് ചെയ്യേണ്ടുന്ന, ജോലി ചെയ്യേണ്ടുന്ന സമയത്ത് അതിനൊന്നും പോകാതെ വീട്ടിലിരുന്നിട്ട് അവർ അവരുടേതായ കളി കളിക്കും. ആ കളിക്ക് മുമ്പെയുള്ള കൊച്ചുകാലത്തെ കളി പോലും എങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടേണ്ടത് എന്ന് കൃത്യമായൊരു ബോധം നമുക്കുണ്ടാവുക എന്നത് നിർബന്ധമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികൾ കളിക്കുന്നത് ഏത് കളിയാണ്? ഫോർ എക്സാമ്പിൾ, അമ്യൂസ്മെൻറ്റിലേക്ക് കടക്കുമ്പോൾ, അഥവാ ഈ കുട്ടികളുടെ മൊബൈൽ ഗെയിമിലേക്ക് കടക്കുമ്പോൾ ഏത് ഗെയിമായിരിക്കണം അവർ കളിക്കേണ്ടത് എന്ന് നമുക്കൊരു ബോധമുണ്ടാക്കണം. അവർ കളിക്കുന്ന കളിയുടെ തീമും അതിൻ്റെ പേരും അതെവിടെ ചെന്ന് എത്തുമെന്ന് നമ്മൾ അറിയണം. അങ്ങനെ അതിനെ ഏതൊരു കാര്യവും തുടക്കത്തിലെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് വളരാൻ ഒരിക്കലും സാധ്യതയില്ല. ഈ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു പൂന്തോട്ടം പോലെയാണ്, അല്ലെങ്കിൽ ഒരു കാട് പോലെയാണ്. രണ്ടാലൊന്നാണ് ഇവിടെ സംഭവിക്കുക. പൂന്തോട്ടം ഉണ്ടാക്കുന്നവർക്കറിയാലോ, ഇപ്പം എല്ലാവരും ഗാർഡനിങ്ങിൻ്റെ ഒരു കാലഘട്ടത്തിലാണുള്ളത്. പൂന്തോട്ടം ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ശ്രദ്ധ അങ്ങേയറ്റം വേണം. അതിന് പൂക്കൾ വിരിയുന്നത്, അതുമായി ബന്ധപ്പെട്ട ബെഡിങ്സ്, അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ, ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം അതിനെ കൊണ്ടുവരാൻ. ഓരോ ദിവസവും വെള്ളവും വളവും അതിൻ്റെ പരിചരണവും എല്ലാം ശ്രദ്ധിച്ചാലേ പൂന്തോട്ടമായി നിൽക്കൂ. എന്നാൽ കാട് വളരാനുള്ള സാഹചര്യം അങ്ങോട്ട് ശ്രദ്ധിക്കാതിരുന്നാൽ മാത്രം മതി അവിടെ കാടുണ്ടാകും. ഇപ്പോൾ നമ്മുടെ വീട് വിട്ടിട്ട് നമ്മളൊരു 2 മാസം ഗൾഫിൽ പോയി നിന്ന് വരുമ്പോഴേക്കും വീടിൻ്റെ ചുറ്റുവട്ടത്ത് മുഴുവൻ ആരും പറയാതെ, ആരും പരിപാലിക്കാതെ കാടുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മനസ്സും അങ്ങനെയാണ്. കുട്ടികളുടെ മനസ്സ് നെഗറ്റീവിലേക്ക് പോയി അവസാനം അവൻ്റെ മനസ്സൊരു കാടായി വളരും. മാതാപിതാക്കളായ നമ്മൾ തലോടിയും സ്നേഹിച്ചും അതിനെ മാനിച്ചും അവനെ ഒബ്സർവ് ചെയ്തും കൊണ്ടുപോവുകയാണെങ്കിൽ അതൊരു പൂന്തോട്ടമായി വളരും. അപ്പോൾ മാതാപിതാക്കളായി നമ്മൾ ചെയ്യേണ്ടത് അവൻ പൂന്തോട്ടമാകണോ അതോ കാടായി വളരണോ എന്നതാണ്. അപ്പോൾ കാടാവാൻ പ്രയാസമില്ല, അങ്ങോട്ട് ശ്രദ്ധിക്കാതിരുന്നാൽ മതി. നനക്കാതിരുന്നാൽ കാടാകും, വെട്ടാതിരുന്നാൽ കാടാകും. ഇങ്ങനെയാണ് കാടിൻ്റെ പ്രകൃതം. ആ കാട്ടിൽ എന്താണ് ഉണ്ടാവുക? പൂന്തോട്ടത്തിലുണ്ടാകുന്ന നല്ല ചിത്രശലഭങ്ങളാണ്, നല്ല തുമ്പികളാണ്, അതേപോലെ തന്നെ നല്ല വണ്ടുകളാണ്, ചിലപ്പോൾ തേനീച്ചകളാണ്. ഇത് സുന്ദരമായി വരുന്ന നല്ല നല്ല കാര്യങ്ങൾ എവിടെയുണ്ടാകും? പൂന്തോട്ടത്തിലുണ്ടാവും. കാട്ടിലെന്താ ഉണ്ടാവുക? അവിടെ ഹിംസ്ര ജന്തുക്കളാണ്, അവിടെ ഇഴജന്തുക്കളാണ്. ബീഭത്സം എന്ന് പറയുന്ന മലയാളത്തിൻ്റെ പ്രയോഗം ഉണ്ടല്ലോ, ബീഭത്സം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം അറപ്പും ഭയവും ഉണ്ടാക്കുന്നത് എന്നാണ്. പാമ്പിനെ ഭയം മാത്രമല്ല നമുക്കുള്ളത്, അറപ്പ് കൂടിയാണ്. ഇപ്പം സൈക്കോളജിയിലൊക്കെ പാമ്പ് പിന്നാലെ പാഞ്ഞാൽ ആളുകൾക്ക് താളം തെറ്റും മനസ്സ്. കാരണം അത് വെറും ഭയമല്ല ഉണ്ടാക്കിയത്, പേടി കൂടി മാത്രമല്ല ഉണ്ടാക്കിയത്, അറപ്പ് കൂടിയാണ്. അതിനാണ് ബീഭത്സം എന്ന് പറയാം. ഇതേപോലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ള്, ഇതേപോലെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ള് ആകെ കേടാകും. അവിടെ പിന്നെ ഹിംസ്ര ജന്തുക്കളും അവിടെ ഈ പറയുന്ന പാമ്പുകളും ഈ പറയുന്ന ഇഴജന്തുക്കളും ഒക്കെയായി അവൻ്റെ മനസ്സ് നിറയും. പിന്നെ അവിടെ ഉണ്ടാവുക കാടിൻ്റെ നിയമം ക്രൗര്യമാണ്, അഥവാ ക്രൂരതയുടെ ഭാഗമാണ് പിന്നെ ഉണ്ടാവുക. ആ ക്രൂരമായ മനോഗതിയോട് കൂടിയായിട്ടും അവൻ നടക്കുക. എന്നാൽ പൂന്തോട്ടത്തിൽ എപ്പോഴും ഒരു പരിമളവും ഒരു സൗന്ദര്യവും സൗരഭ്യവും എല്ലാം കൂടിയായിരിക്കും അവൻ നടക്കുക. ലോകത്തിൽ ഇങ്ങനെ 2 കുട്ടികളെ ഉള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ 3 മനസ്സുകളെ കുറിച്ച് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ മനസ്സ് എന്ന് അതിനെ അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഇപ്പം നമുക്ക് മനസ്സെന്ന് വിളിക്കാം. കാരണം വിശുദ്ധ ഖുർആനിൽ ജസദിനെ കുറിച്ച് പറയുന്നുണ്ട്, ജിസ്മ് അല്ലെങ്കിൽ ജസദ്, അവൻ്റെ ശരീരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ശരീരത്തിൻ്റെ ഇച്ഛകളെക്കുറിച്ച് പറയുന്നുണ്ട്.
മറ്റൊന്ന് നഫ്സ് എന്ന് പറയുന്ന ഒന്നിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന് വേണമെങ്കിൽ നമുക്ക് മനസ്സെന്ന് വിളിക്കാം. സുഖദുഃഖ സമൃദ്ധൂതി കാരണം ഇന്ദ്രിയം മനഃ എന്നാണ് സംസ്കൃതത്തിൽ കാണുന്നത്. സുഖദുഃഖങ്ങളുടെ സമൃദ്ധമായ അനുഭൂതി എവിടെയാണോ ഉണ്ടാകുന്നത് അതിനെ നമുക്ക് മനസ്സെന്ന് വിളിക്കാം. അപ്പോൾ ആ ഒരർത്ഥത്തിൽ സൈക്കോളജിസ്റ്റുകൾ അതിനെ പൂർണ്ണമായും അംഗീകരിക്കില്ലെങ്കിൽ പോലും മതപരമായ ഒരു വൃത്തത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സെന്നതിനെ വിളിക്കാം. ആ മനസ്സിനെ നഫ്സുൽ അമ്മാറ, നഫ്സുൽ അവ്വാമ, നഫ്സുൽ മുത്മഇന്ന എന്ന് 3 വിളിയാണ് വിശുദ്ധ ഖുർആൻ വിളിച്ചിട്ടുള്ളത്. നഫ്സുൽ അമ്മാറ എന്ന് പറഞ്ഞാൽ തെറ്റിലേക്ക് നമ്മളെ വലിച്ചു ചേർക്കുന്ന മനസ്സ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വാക്കായിട്ടാണ് വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുള്ളത്. ഇന്നൻ നഫ്സുൽ അമ്മാറത്തും ബിസൂ, തെറ്റിലേക്ക് നമ്മളെ വലിച്ചു ചേർക്കുന്ന, അതിലേക്ക് പ്രേരിപ്പിക്കുന്ന മനസ്സ്, പ്രേരിപ്പിക്കുന്നതാണ്. അപ്പം മനുഷ്യൻ ഒന്നുകിൽ അങ്ങനെയായിരിക്കും, തെറ്റിലേക്ക് പ്രേരിപ്പിച്ച് തെറ്റുകൾ ചെയ്ത് അതിൽ അഡിക്ഷൻ ആയാൽ പിന്നെ അഡിക്ഷൻ അവനക്ക് എന്തായി മാറും? ആനന്ദമായി മാറും. അഡിക്ഷൻ ആദ്യം ഭയമാണ്. പണ്ട് കാലത്തൊക്കെ സിനിമയ്ക്ക് പോകുമ്പോൾ ആ സമയത്ത് സിനിമയിൽ ഇരിക്കുന്ന സമയത്ത് ഉമ്മയെ ഓർത്ത്, ഉപ്പയെ ഓർത്ത്, ബാക്കിയുള്ളവരൊക്കെ ഓർത്ത്, ഉസ്താദിനെ ഓർത്ത് പേടിപ്പെടുത്തിയ അതേ വികാരമാകില്ല ഒരു 100 സിനിമ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുക. ആദ്യം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സർജന് ആദ്യത്തെ ഓപ്പറേഷന്റെ വേവലാതി ആകില്ല, അതൊരിക്കലും ഉണ്ടാകില്ല 100ാമത്തെ ഓപ്പറേഷൻ. ഒരു അധ്യാപകന് ആദ്യത്തെ ദിവസം ക്ലാസ്സിൽ കയറുന്ന ആ ബേജാർ ഉണ്ടാകില്ല 100 ക്ലാസ്സുകൾ കഴിഞ്ഞാൽ. ഒരു പ്രഭാഷകന് ആദ്യമായി പ്രസംഗിക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടാകില്ല 100 പ്രഭാഷണങ്ങൾ കഴിഞ്ഞാൽ. ഇതേപോലെ 100 വട്ടം ഗെയിമുകൾ കളിച്ച് അതിൽ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ പ്രകൃതത്തെ മാറ്റിയെടുക്കൽ കുറച്ച് പ്രയാസമാണ്. കാരണം ഒരു മനുഷ്യന്റെ പ്രകൃതം ഉണ്ടാകുന്നത് 4 ഘട്ടങ്ങളിലൂടെയാണ്. ഒന്ന് പെർസെപ്ഷനാണ്, മറ്റൊന്ന് ഒപ്പീനിയനാണ്, പിന്നെ ബിലീഫ് സിസ്റ്റമാണ്, പിന്നെ ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് 4ാമതുണ്ടാകുന്നതാണ് സൈക്കോളജിയുടെ ഒരു വിവക്ഷ പ്രകാരം. ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്താൽ അത് ചേഞ്ച് ആക്കൽ വലിയ ബുദ്ധിമുട്ടാണ്. എന്താണ് ആറ്റിറ്റ്യൂഡ്? ഒരു മനുഷ്യന്റെ മനോഭാവമാണ്. ഇപ്പം എന്നെക്കുറിച്ച് നിങ്ങൾക്കൊരു മനോഭാവം ഉണ്ടാവും. അതൊന്നും പെട്ടെന്ന് എനിക്ക് തിരുത്താൻ കഴിയില്ല. അത് നിങ്ങൾ എന്നെ മനസ്സിലാക്കിയാൽ തിരുത്തപ്പെടുമെന്ന് മാത്രം. നിങ്ങളെക്കുറിച്ച് എനിക്കൊരു മനോഭാവം ഉണ്ടാവും. അതിന് ആദ്യം ഒരു പെർസെപ്ഷൻ, ഒരു തോന്നലുണ്ടായി, പിന്നെ ഒപ്പീനിയൻ, അഭിപ്രായമുണ്ടായി, പിന്നെ ബിലീഫ് സിസ്റ്റം അഥവാ വിശ്വാസമുണ്ടായി. ആ വിശ്വാസം പിന്നെ ആറ്റിറ്റ്യൂഡായിട്ട് ഉടലെടുക്കുകയാണ്. ആ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആക്കുക. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വലിയ വലിയ കമ്പനികൾ മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ട്രെയിനിങ്ങിന് കോടികളാണ് അവർ ചെലവഴിക്കുന്നത്. എന്നിട്ടും മനുഷ്യന്റെ മനസ്സ് മാറുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മനുഷ്യൻ എന്ന് പറയുന്ന ആൾക്ക് നഫ്സുൽ അമ്മാറയുണ്ട്. നഫ്സുൽ അമ്മാറ എന്ന് പറഞ്ഞാൽ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന മനസ്സാണ്. ആ മനസ്സ് സ്വയമായി ഉണ്ടാകുന്നതല്ല. അവൻ്റെ സമൂഹം അതിലേക്ക് പ്രേരിപ്പിക്കും, അവൻ്റെ കുടുംബാംഗങ്ങൾ അതിലേക്ക് പ്രേരിപ്പിക്കും, അവൻ്റെ ചുറ്റുവട്ടങ്ങളും സ്കൂളുകളും കോളേജുകളും അതിലേക്ക് പ്രേരിപ്പിക്കും. അത് ഇൻഡിവിജ്വലായിട്ട് പ്രേരിപ്പിക്കും, മാസ്സായിട്ട് പ്രേരിപ്പിക്കും. ഇൻഡിവിജ്വലായിട്ട് അഥവാ ഏകമായിട്ട് പ്രേരിപ്പിക്കൽ ഒരു സുഹൃത്തായിരിക്കും. അവൻ ഒറ്റയ്ക്ക് വലിക്കുന്ന സമയത്ത് ഇതൊന്ന് വലിച്ചു നോക്കട എന്ന് പറയുന്നത് ഇൻഡിവിജ്വലാണ്, അഥവാ ഒറ്റയ്ക്കുള്ളൊരു ക്ഷണമാണ്. എന്നാൽ ഒരു നല്ല രീതിയിൽ ഒരു സെലിബ്രേഷൻ വരുമ്പോൾ, ഒരു ആഘോഷം വരുമ്പോൾ മാസ്സായിട്ട് കുട്ടികൾ അത് ചെയ്യും. ഒട്ടുമിക്ക കുട്ടികളും ഇതിൽ പെട്ടുപോകുന്നത് മാസ്സായിട്ട് ചെയ്യുമ്പോഴാണ്. ഉദാഹരണത്തിന് ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞിട്ട് അവർ പാർട്ടി ഉണ്ടാക്കുന്നു. ആ പാർട്ടിയിൽ അവർ മോശമായ പ്രതലത്തിലേക്ക് മാസ്സായിട്ട് കിടക്കുന്നു. ഒരാൾ മാത്രമല്ല, അവൻ്റെ ചങ്ക് ബ്രോസ് മൊത്തത്തിൽ അന്ന് ചിലപ്പോൾ കുപ്പി വിളമ്പുന്ന ആളുകളായി മാറുന്നു. അത് ചിലപ്പോൾ ഡോക്ടേഴ്സ് പോലും. അങ്ങനെ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. കാരണം വലിയ വലിയ ഡോക്ടേഴ്സിൻ്റെ ക്ലബ്ബുകളും മീറ്റിങ്ങുകളും നടക്കുമ്പോൾ എൻ്റെ ഒരു പ്രിയപ്പെട്ട പെങ്ങളുടെ മകൻ ഡോക്ടേഴ്സിൻ്റെ മലപ്പുറം ജില്ലയുടെ പ്രസിഡൻ്റായിരുന്നു. അന്ന് അവൻ എന്നെ വിളിച്ചിട്ട്, ഡോക്ടർ റിയാസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന പരിപാടിയുണ്ട്, അതിലേക്ക് ഞാൻ പോകണമെന്ന്. എന്താ പോയാൽ? ആ പറഞ്ഞു, പിന്നെ എന്നെ വിളിക്കുന്നത് മാമൻ എന്നോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് പേരുണ്ട്, അത് ഞാൻ ഇപ്പോൾ മൈക്കിലൂടെ പറയുന്നില്ല. ആ പേര് വിളിച്ചുകൊണ്ട് എന്നോട് പറയാണ്, അതിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം മദ്യം വിളമ്പുക എന്നത് നിർബന്ധമാണ്. മദ്യപിക്കാത്ത ഡോക്ടേഴ്സ് വളരെ കുറവാണ്. അവൻ പറഞ്ഞ കാര്യം അങ്ങനെയാണ്. നല്ലൊരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അതിലല്ലാത്ത മറ്റുള്ളവരൊക്കെ അവസാനം വരുമ്പോൾ ക്ഷണിക്കുമ്പോൾ തന്നെ ചോദിക്കുന്നത് പാർട്ടിയുണ്ടോ എന്നാണ്. ഡോക്ടേഴ്സ് പോലും അങ്ങനെയായി മാറുന്നു. നിങ്ങൾ മദ്യപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരള് ഇന്നതൊക്കെയാകും എന്നൊക്കെ പഠിപ്പിക്കുന്ന ഡോക്ടേഴ്സ് പോലും സെലിബ്രേഷൻ വരുമ്പോൾ, ആഘോഷങ്ങൾ വരുമ്പോൾ, ഇത്തരത്തിലുള്ള ദിവസങ്ങൾ വരുമ്പോൾ അതിൽ പെട്ടുപോകുന്നു എന്നതാണ്. ബർത്ത്ഡേ പാർട്ടിക്ക് ആഘോഷത്തിന് പോകുന്ന എത്രയോ കുട്ടികൾ ഇങ്ങനെ പെട്ടുപോയിട്ടുണ്ട്. മാരേജ് ഫംഗ്ഷൻ്റെ, നാളെ മാരേജ് ആണെങ്കിൽ തലേന്നത്തെ രാത്രിയുടെ കല്യാണത്തിന് വേണ്ടി പോകുന്നവർ ഇതിൽ പെടുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തറാവീഹ് നിസ്കാരം എല്ലായിടത്തും ലോകത്തിലൊന്നാകെ നടക്കുന്നതാണ്. ആ തറാവീഹിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് അത് മാതാപിതാക്കൾ അറിയാതെ ചിലപ്പോൾ അപ്പുറത്തൊരു പള്ളി ഇപ്പുറത്തൊരു പള്ളി ഉണ്ടാവും. മാതാപിതാക്കൾ എന്നും പോകുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാകും, ഇവൻ വേറെ പള്ളി തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. അവൻ ആ പള്ളിയിൽ എത്തിയില്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏകദേശം 10-11 മണി വരെ തറാവീഹ് തീരുന്നത് വരെ അവൻ ഗ്യാങ് ആയിട്ട് നടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ പ്രീ ഗ്യാങ് സ്റ്റേജിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഗ്യാങ് സ്റ്റേജ് മോശമാകും.
നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താ പ്രീ ഗ്യാങ് സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗ്യാങ്ങിലേക്ക് പോകുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ്. എല്ലാ കുട്ടികളും ഏകദേശം ഒരു 12-13 വയസ്സാകുമ്പോൾ ഗ്യാങ്ങിലേക്ക് പ്രവേശിക്കും. ആ ഗ്യാങ് ചിലപ്പോൾ മോശമാണെങ്കിൽ ആ മോശത്തരം അവനിലേക്ക് കടക്കും. ആ ഗ്യാങ് നല്ലതാണെങ്കിൽ അവനിലേക്ക് നന്മ മാത്രം വരും. സംഘടന ഏതുമാകട്ടെ, ഞാനൊരു പ്രത്യേക സംഘടനയുടെ ആളൊന്നുമല്ല. ഞാനൊരു സംഘടനയിലും ഇപ്പോൾ മെമ്പർഷിപ്പും ഇല്ല, ലീഡർഷിപ്പും ഇല്ല, ഒന്നുമില്ല. ഇതുവരേക്കും ഞാനൊരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. സംഘടന ഏതുമാകട്ടെ, അവിടെ തൗഹീദും സുന്നത്തും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുഞ്ഞുനാൾ മുതൽ അതുമായി ബന്ധപ്പെടുത്തിയാൽ, ഞാൻ ഇവർക്ക് വേണ്ടി സംസാരിക്കല്ല, ബന്ധപ്പെടുത്തിയാൽ. ഇന്നലെ ബാംഗ്ലൂരിൽ ഞാനിത് സംസാരിച്ചു. ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. അവിടെയുള്ള ആളുകളോടും ഇത് സംസാരിച്ചു. കാരണം ബാംഗ്ലൂരിൽ നിന്നാണ് കൂടുതൽ കേരളത്തിലേക്ക് ഇത് ഇറക്കുമതി ചെയ്യുന്നത് എന്നാണല്ലോ ഭയം നമുക്ക്. ഇന്നലെ 3000-ലേറെ ആളുകൾ പങ്കെടുത്ത പരിപാടി ഉണ്ടായിരുന്നു, ഇതേപോലെ റമദാന്റെ പരിപാടി. ബാംഗ്ലൂരിയൻസ് അവർ ആശങ്കപ്പെടുന്നതിന് കുട്ടികളെ കേരളത്തിലേക്ക് വിടണോ എന്നതാണ്. നമ്മൾ പറയുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് ഇറങ്ങുന്നത് എന്നാണ്. പക്ഷെ ബാംഗ്ലൂരിലുള്ള മലയാളികൾ കേരളത്തിലേക്ക് ഇനി കുട്ടികളെ വിടണോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ബാംഗ്ലൂരിനെ കുറ്റപ്പെടുത്തുന്നു, ബാംഗ്ലൂരുകാർ നമ്മെ കുറ്റപ്പെടുത്തുന്നു. സത്യത്തിൽ ഇതെന്താ സംഭവിക്കുന്നത്? നമ്മുടെ കുട്ടികളെ കുഞ്ഞുനാൾ മുതൽ ദീനീപരമായൊരു മോശയിലാക്കിക്കൊണ്ട് നടന്നാൽ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓരോ പ്രായക്കാർക്കും ഓരോ രീതിയിലുള്ള ശരീഅത്താണുള്ളത്. ശരീഅത്തിനെ ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പ്രായപൂർത്തിയായവർക്കുള്ള ശരീഅത്തല്ല പ്രായപൂർത്തിയാകാത്തവർക്കുള്ളത്. അതുകൊണ്ട് ചെറിയ കുട്ടികളൊന്ന് കളിച്ചു എന്നതുകൊണ്ട് കൊച്ചുനാൾ മുതൽ അങ്ങനെ കളിക്കരുത്, ഇങ്ങനെ കളിക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു വൃത്തം വരക്കരുത്. കുട്ടികൾ കളിക്കട്ടെ. അങ്ങനെയുണ്ടല്ലോ. തിരു ഹദീസിൽ എത്രയോ സംഭവങ്ങൾ നമ്മൾ കാണുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു പെരുന്നാളിന്റെ ദിവസം കുറച്ച് കുട്ടികൾ വന്നിട്ട് കവിത പോലെ ചില കാര്യങ്ങൾ പാടിക്കൊടുത്തു. ആർക്ക്? ആയിഷ റളിയല്ലാഹു തആല അൻഹ. സഹിഹായ ഹദീസിൽ വരുന്നതാണ്. ആ സമയത്ത് ആയിഷ ബീവിയുടെ അരികിലേക്ക് കടന്നു വന്നിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അഥവാ സ്വന്തം പിതാവ് കുട്ടികളോട് പറഞ്ഞു, ഇനി നിങ്ങളെല്ലാവരും പോകിൻ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറങ്ങാൻ സമയമായി. റസൂൽ അപ്പോൾ വന്ന് പറഞ്ഞത് എന്താ? ഇന്ന് പെരുന്നാളല്ലേ, കുട്ടികൾ പാടട്ടെ എന്നാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ഇങ്ങനെ ഒരു വൃത്തത്തിലാക്കി കുറേ നഹാ പറഞ്ഞിട്ടുള്ള ഒരാളായി നമ്മൾ പറയരുത്. ഒരുപാട് നിരോധനങ്ങൾ നടത്തി, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. നമ്മുടെ ഈ പരിസരത്ത് ഒരു പള്ളിയുടെ ഉദ്ഘാടനം നടക്കുകയാണ്. ഒരു ആലിമായ മനുഷ്യൻ നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നുണ്ട്. പള്ളിയിൽ അത് വിരോധിച്ചിരിക്കുന്നു, പള്ളിയിൽ അത് വിരോധിച്ചിരിക്കുന്നു, പള്ളിയിൽ ഇത് വിരോധിച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ പ്രിയങ്കരനായ ഒരു സുഹൃത്ത്, പേര് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ സംസാരം. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ റസൂലുള്ളാഹി എന്തൊക്കെ പള്ളിയിൽ അനുവദിച്ചെന്നൊന്ന് പ്രസംഗിക്കും, ഇമ്മാതിരി പ്രസംഗത്തിനൊന്ന് തിരുത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പള്ളിയിൽ എന്തൊക്കെ പാടില്ല എന്നാ കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കണം, എന്തൊക്കെ പാടുണ്ട് എന്നതല്ല. നമ്മൾ എപ്പോഴും നിരോധനത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനം അവരുടെ മനസ്സിലൊരു അറപ്പ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യൽ വളരെ എളുപ്പമാവും. ഇതിൻ്റെ അർത്ഥം അംറും ബിൽ മഅറൂഫ് എന്നതാണ്. ആദ്യം അംറും ബിൽ മഅറൂഫ് വ നഹ്യുൻ അനിൽ മുൻകറാണ്. രണ്ടാമതാണ് നഹ്യുൻ അനിൽ മുൻകർ. അംറും ബിൽ മഅറൂഫ് ആവർത്തിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നഹ്യുൻ അനിൽ മുൻകറിലേക്ക് അധികം പോകേണ്ടി വരില്ല. കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ നന്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇപ്പം ഇവിടെ പെട്ടെന്ന് കറണ്ട് പോയി, രാത്രിയാണെന്ന് വെക്കുക, എന്നിട്ട് ഞാനിവിടെ മൈക്കിൽ നിന്നുകൊണ്ടെങ്കിൽ മൈക്കുമ്പ് ചിലപ്പോൾ പോയിട്ടുണ്ടാകാം, ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയാണ്, ഇരുട്ടേപ്പോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ 1000 മണിക്കൂർ പ്രസംഗിച്ചാലും ഒരിക്കലും വെളിച്ചം വരില്ല. വെളിച്ചം വരണമെങ്കിൽ ഒരു പ്രവൃത്തി അവിടെ നടക്കേണ്ടതുണ്ട്. ആരെങ്കിലും ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കേണ്ടതുണ്ട്. അല്ലാതെ ഇരുട്ടിനെതിരെ പ്രബന്ധം രചിച്ചത് കൊണ്ടോ, ഇരുട്ടിനെതിരെ പ്രഭാഷണം നടത്തിയത് കൊണ്ടോ, ഇരുട്ടേപ്പോ എന്ന് പറഞ്ഞിട്ട് വിപ്ലവഗാനം മുഴക്കിയത് കൊണ്ടോ ഇരുട്ട് പോകില്ല. ഇരുട്ട് പോകണമെങ്കിൽ വെളിച്ചം കത്തിച്ചു വെക്കണം. ആ വെളിച്ചമായി മാറാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മളെപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് മാത്രം പറഞ്ഞ് കുട്ടികളുടെ പിന്നാലെ കൂടി, നീ ശ്രദ്ധിക്കുന്നില്ലേ, നീ പഠിക്കുന്നില്ലേ, നീ അങ്ങനെ ആക്കുന്നില്ലേ, ഇങ്ങനെ ആക്കുന്നില്ലേ, എപ്പോഴും ഒരു സംശയത്തിൻ്റെ ധൂളിയായി നമ്മൾ അവനെ കാണുകയാണ്. അതിൽ നിന്ന് മാറിയിട്ട് എപ്പോഴും ഇങ്ങനെ പ്രമോഷൻ കൊടുത്ത് അവൻ്റെ കൂടെ കൂടി അവൻ്റെ ഒരു ചങ്ങാതി പോലെയായി അവൻ്റെ പിന്നാലെ കൂടിയിട്ട് മനോഹരമായൊരു പിതൃത്വം, മനോഹരമായൊരു മാതൃത്വം എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മയുടെ കാലിൻ കീഴിലാണ് നിന്റെ സ്വർഗമെന്ന്. അപ്പൊ നമ്മളെല്ലാവരും വിചാരിച്ചത് എന്താണ്? നമ്മുടെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗം എന്നാണ്. മാഷാ അല്ലാഹ്, തന്നെയാണ്. മാതാവ് അത്രയും കഷ്ടപ്പെട്ടതാണ്. പക്ഷേ മാതാക്കൾ വളരെ മോശക്കാരായ ആൾക്കാരുണ്ട്. ആ മോശക്കാരായ ആൾക്കാരെ കൊണ്ട് മോശത്തിലേക്ക് പോയിട്ടുള്ള ഒരുപാട് കുട്ടികളുടെ കഥയും നമുക്കറിയാം. മാതാക്കൾ ഒറ്റപ്പെടുത്തിയതിന്റെ പേരിൽ, മാതാക്കൾ കുറ്റപ്പെടുത്തിയതിന്റെ പേരിൽ, മാതാക്കൾ എപ്പോഴും പിന്നാലെ കൂടിയതിന്റെ പേരിൽ വഴികെട്ട് പോയ കുട്ടികളുമുണ്ട്. ഞാൻ ആ ഹദീസിനെ തിരുത്തുകയല്ല, പക്ഷേ ഉലമാക്കൾ കിതാബുകൾ പറഞ്ഞു വെച്ചൊരു സംഭവമുണ്ട്. അതെന്താണെന്നറിയോ? ഓരോ മാതാവും ഈ ഹദീസ് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗമെന്ന് നിങ്ങൾ അനാനിയത്ത് കാണിക്കരുത്, അഹംഭാവം കാണിക്കരുത്. പകരം എൻ്റെ മക്കൾക്ക് മുകളിൽ സ്വർഗം പോലെ ഞാൻ നിന്നു കൊടുക്കണമെന്നാണ് ഓരോ മാതാക്കളോടും ആ ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അഥവാ മാതാവിൻ്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗമെന്ന് മക്കൾ വിശ്വസിക്കട്ടെ. ഞാനും ഒരു മകനാണ്, എൻ്റെ മാതാവിൻ്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗം. പക്ഷേ മാതാക്കൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? ഞാൻ എൻ്റെ മക്കളുടെ മുകളിൽ സ്വർഗമായി നിന്ന് കൊടുക്കണം എന്ന് തന്നെയാണ്. അങ്ങനെ സ്വർഗമായി നിന്ന് കൊടുക്കണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താ? ആ കുട്ടികളെ ചെറുപ്പം മുതലേ ഒന്ന് ഒബ്സർവ് ചെയ്യണം. ഇപ്പതാ ഇവിടെ കളിക്കുന്ന 2 കുട്ടികൾ, ഈ 2 കുട്ടികൾ, ഒരു കുട്ടി ഒരു പ്രകൃതി ആയിരിക്കും, മറ്റേ കുട്ടി മറ്റു പ്രകൃതി ആയിരിക്കും. ഞാൻ 2-3 വയസ്സിൽ ഒബ്സർവ് ചെയ്യണമെന്ന് പറയല്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ നിരീക്ഷണത്തിലൂടെ നടക്കണം. കുട്ടികളെ കുട്ടിക്കാലത്ത് ഭയപ്പെടുത്തരുത്, വച്ച് പേടിപ്പിക്കരുത്, അകാരണമായി അവരെ തല്ലരുത്, വെറുതെ ഭീതിജനകമായി വച്ചവെക്കരുത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടികൾ കളിക്കുമ്പോഴേക്ക് ഏതെങ്കിലും ഭീഷണി മുഴക്കിക്കൊണ്ട് അവിടെ നിന്ന് കൊണ്ടുപോകരുത്. കുട്ടികൾ കളിക്കട്ടെ. നേരെ മറിച്ച് അത് കഴിഞ്ഞാൽ പിന്നെ അവനും ഒന്ന് ഒബ്സർവ് ചെയ്യണം. നിരീക്ഷണം ഒരിക്കലും സംശയമല്ല. നിരീക്ഷണം വേറെയാണ്, സംശയം വേറെയാണ്. സംശയിച്ചുകൊണ്ടല്ല നിരീക്ഷിക്കേണ്ടത്. ഇതിനെ പോസിറ്റീവായിട്ട് മാറ്റാനുണ്ട്, നെഗറ്റീവായിട്ട് മാറ്റാനുണ്ട്. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ നിരീക്ഷിക്കുന്നു. ആ നിരീക്ഷണത്തിൽ അവന് എന്നും ഖുർആന്റെ സുന്ദരമായ സംഭവങ്ങൾ കേൾപ്പിക്കുന്നു. വിഷ്വലായിട്ട് കാണിപ്പിക്കേണ്ടത് കാണിപ്പിക്കുന്നു. കാരണം കുട്ടികൾക്ക് വിഷ്വലായിട്ടുള്ളതാണ് പെട്ടെന്ന് കയറുക. ഞങ്ങളിപ്പോൾ അതെവിടെ ഇരുന്നുകൊണ്ട് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിഷ്വലായിട്ടുള്ളതിന് ഞാനിതിൻ്റെ ഒരു ദീനി സദസ്സിൽ അങ്ങനെ പറയുന്ന ഉദാഹരണം പറയാം. ആരെങ്കിലും ഒരു സിനിമ കാണുന്ന ഒരാൾ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ മരണം വരെ അതിലെ രംഗങ്ങൾ ഓർമ്മയുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഉദാഹരണം പറയണം, നിങ്ങൾക്കൊന്നും തോന്നരുത്. MT വാസുദേവൻ നായർ എഴുതിയതാണ് ഒരു വടക്കൻ വീരഗാഥ. കണ്ടവർക്ക് അത് അവസാന രംഗം വരെ, മരണം വരെ ഓർമ്മ ഉണ്ടാവും. പക്ഷേ MT വാസുദേവൻ നായർ ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് രചിച്ചതെങ്കിൽ ഒരിക്കലും അത് ആർക്കും ഓർമ്മയുണ്ടാകില്ല. കാരണം പുസ്തകത്തേക്കാൾ ആളുകൾ ഓർത്തു വെക്കുന്നത് വിഷ്വൽ കോൺസെപ്റ്റാണ്. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ മുഴുവൻ വിഷ്വൽസ് ഇങ്ങനെ വല്ലാണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ പ്രചരണത്തിന്റെ ഭാഗമായി നമ്മൾ എന്താക്കണം? ഒരു മരുഭൂമിയെ കുറിച്ച് പറയുമ്പോൾ മരുഭൂമിയെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണെന്നും ഒട്ടകത്തെ സൃഷ്ടിച്ചത് അല്ലാഹുവാണെന്നും പറയുമ്പോൾ അതിൻ്റെ സാങ്കല്പികപരമായ സംഭവങ്ങളല്ലാതെ ഒറിജിനലായിട്ട് അത് നടക്കുന്നതിനെ നമ്മൾ കുട്ടികളിലേക്ക് വിഷ്വലായിട്ട് കൊടുക്കണം. സംസമിനെ കുറിച്ച് പറയുമ്പോൾ സംസം വെള്ളം വരുന്നതും അത് ടാങ്കർ ലോറികളിലായിട്ട് പോകുന്നതും ലോകത്തിന്റെ മുഴുവൻ രാജ്യങ്ങളിലേക്കും അത് എത്തുന്നതും കുട്ടി വിഷ്വലായിട്ട് കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അങ്ങനെ ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മൾ ചിലപ്പോൾ ഖുർആൻ നന്നായിട്ട് ഓതിപ്പിക്കുന്നവരാകാം, പക്ഷെ വേൾഡ് കാര്യങ്ങളുടെ ഖുർആൻ അവർ ഓത്തിലൂടെ പഠിക്കണം. അതിനവർക്ക് ഡിജിറ്റൽ സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കണം. ആ സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അത് കേട്ട് ഏകദേശം ഒരു 100-101 വട്ടക്കനെ കേൾക്കുമ്പോഴേക്ക് ആ ഒരു റിത്തമിലേക്ക് അവൻ മാറും. അങ്ങനെ ഖുർആൻ അതിമനോഹരമായിട്ട്, ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തിരൂരിൽ അതിമനോഹരമായ ഒരു ഖുർആൻ റിസൈറ്റിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ ബീഹാറിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഇതേപോലെ ഗസ്റ്റായിട്ട് അതിൽ പങ്കെടുത്തിരുന്നു. അതിൽ എനിക്ക് 8ഓളം ആളുകളെന്ന് അവിടെ ഖിറാഅത്ത് ഓതി. ബീഹാറിൽ നിന്ന് വന്നവർ, മറ്റുള്ളവരൊക്കെ അടിപൊളി ഖിറാഅത്താണ്. പക്ഷേ ഈ താനൂരിനടുത്തുള്ള ഒരു സ്കൂളിലെ ഒരു പയ്യൻ, ആ പയ്യൻ പാൻറ്റും കുപ്പായിട്ടിട്ടാണ് വന്നിട്ടുള്ളത്. മറ്റുള്ളവരൊക്കെ വലിയ ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഡ്രസ്സിനെ ഇതാക്കുകയല്ല, ഒരു പാൻറ്റും കുപ്പായിട്ട് കൊണ്ട് വന്നിട്ടുള്ള ഒരു പയ്യന് അതിമനോഹരമായിട്ട് ഖിറാഅത്ത് ഓതി. അത് ആ 8 പേരെയും തകർക്കുന്ന ഖിറാഅത്തായിരുന്നു. എങ്ങനെ അവൻക്കത് കിട്ടി? ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു. അവൻ പറഞ്ഞത്, ചെറുപ്പം മുതലേ ഞാൻ കാര്യങ്ങളുടെ അതിമനോഹരമായ ഖിറാഅത്ത് കേൾക്കുകയും അതിൻ്റെ ഒപ്പം ഓതുകയും അതിന് പ്രത്യേക ഡിജിറ്റൽ ഫോർമേഷൻ ഉണ്ട്, ഗ്രാഫിക് പ്രസൻറ്റേഷൻ ഉണ്ട്, എത്രത്തോളം എൻ്റെ ഓത്ത് അതിലേക്ക് ശരിയായി എന്നൊക്കെ. ഇത്തരം സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ എത്തിച്ചു കൊടുക്കൽ അനിവാര്യമാണ്. കാരണം കുട്ടികൾ ഇന്ന് വേറൊരു ലോകത്തിലാണ്. ആ ഒരു വിഷ്വൽ കോൺസെപ്റ്റിലൂടെ നമ്മളെ കുട്ടികളെ വളർത്തിയില്ല എങ്കിൽ അവർ മറ്റൊരു ലോകത്തിലേക്ക് പോകുന്നു നമുക്ക് കാണേണ്ടി വരും. ഇത് ചിലപ്പോൾ സുനാമി പോലെ കടന്നു വരും. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സുനാമി പോലെ വരുമെന്നാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നതോടുകൂടി അവർ പറയപ്പെടുന്നത്, നമ്മൾ അതിൽ ക്ലാസ് എടുക്കാൻ വന്നതല്ല, എന്നാലും പറഞ്ഞോട്ടെ, നമ്മുടെ റോഡുകളൊക്കെ ഭാവിയിൽ ഒരു പക്ഷേ കാട് പിടിച്ച് കിടക്കുന്നത് നമ്മൾ കാണേണ്ടി വരുമെന്നാണ്. കാരണം കാറുകൾക്ക് പകരം നല്ല ബലൂണുകൾ വരാൻ പോകുന്നു എന്നതാണ്. എയർ ബലൂൺസ്. ആ എയർ ബലൂൺസിൽ ആപ്പ് ഘടിപ്പിച്ചിട്ട് നമ്മൾ ടൈം സെറ്റ് ചെയ്തിട്ട്, അതിന് ടൈമിനൊക്കെ രീതിയൊക്കെ ഉണ്ടാവും. എന്നിട്ട് കോട്ടക്കലിൽ നിന്ന് എങ്ങനെയാണ് പെട്ടെന്ന് എറണാകുളത്തേക്ക് എത്തേണ്ടത് എന്ന് വായുവിലൂടെ ഇങ്ങനെയുള്ള ബലൂൺസ്, അതിപ്പോൾ ചൈനയിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും. ഹോട്ട് എയർ ബലൂൺ അല്ല ഞാൻ പറയുന്നത്, തീ കത്തിച്ചിട്ടുള്ളതല്ല, അതല്ലാത്ത തന്നെ ബലൂണുകൾ വരാൻ പോകുന്നു, ആപ്പ് ഘടിപ്പിച്ചിട്ടുള്ള. അപ്പം അതിൻ്റെ വില ഒരു പക്ഷേ കാറിൻ്റെ വിലയായിരിക്കാം. എല്ലാവർക്കും ഹെലികോപ്റ്റർ വാങ്ങാൻ കഴിയില്ല, എല്ലാവർക്കും ഫ്ലൈറ്റ് സ്വന്തമാക്കാൻ കഴിയില്ല. അപ്പം അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വരാൻ പോകുന്നു. അത് യാത്രാ സൗകര്യത്തിൻ്റെ ഭാഗം. നമ്മളെ നാട്ടിലെ ലുലു അല്ലെങ്കിൽ ഈ പറയുന്ന നെസ്റ്റോ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഭാവിയിൽ അടഞ്ഞു കിടക്കുമെന്ന് പറയുന്നു. അത് വെറും സ്റ്റോറേജ് ആയിട്ട് മാറും. പകരം എന്താകും? അതിൽ നിന്ന് സാധനങ്ങൾ പിക്ക് ചെയ്തിട്ട് എത്തിക്കുന്ന മെഷീനുകൾ ഇറങ്ങി. ഇപ്പോൾ ദുബായിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ അതായിരിക്കും. കാരണം ഒറ്റപ്പെടുന്ന ആളുകൾക്ക് അങ്ങോട്ട് പോയി പർച്ചേസ് ചെയ്യൽ ഒരു മടിയായതുകൊണ്ട് അവർ ഇങ്ങോട്ട് അതിനെ വരുത്തിക്കൊണ്ടേയിരിക്കും. ഈ വരുന്ന കൂട്ടത്തിൽ പലതും ഉണ്ടാകും.
ഇങ്ങനെ പോകുന്നു കാഴ്ചപ്പാടുകൾ. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വരുമ്പോഴും എന്തൊക്കെ സുനാമി പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഈ പറയുന്ന എല്ലാം കടന്നു വന്നാലും നമുക്ക് ചില ആദർശങ്ങളുണ്ട്. ആ ആദർശങ്ങളിലൂടെ നമ്മൾ കടന്നു പോകലാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? ആദർശപരതയിൽ എന്നും ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവുക, ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുക എന്ന നിർബന്ധമാണ്. ഒരു കുട്ടി 5ാം ക്ലാസ് വരെ മദ്രസയിൽ പോയി, അല്ലെങ്കിൽ 7ാം ക്ലാസ് വരെ പോയി, എന്നിട്ട് അഷഹാദത്ത് സഫുൽ ഖാമിസ എന്ന 5ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കി വീട്ടിലിരുന്നാൽ അതിൻ്റെ തുടർച്ചയില്ല എങ്കിൽ ആ കുട്ടി മറ്റുള്ളതിലേക്ക് തിരിയാൻ സാധ്യത കൂടുതലാണ്. കാരണം 5ാം ക്ലാസ് വരെ അവൻ പഠിച്ച റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ, അതില്ലാത്തൊരു ലോകം സ്കൂളിൽ അവൻ കാണുന്നു, അതില്ലാത്തൊരു ലോകം ക്യാമ്പസിൽ അവൻ കാണുന്നു. അപ്പൊ സത്യത്തിൽ ദീനി പഠനം എന്ന് പറഞ്ഞാൽ മരണം വരെ പഠിക്കാനുള്ളതാണ്. നമ്മുടെ കുട്ടികൾക്ക് സ്കൂൾ പഠനം എന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്നുമെന്ന് ഞാൻ പറയുന്നില്ല, മന്ത്ലി, ഞാൻ നിങ്ങളുടെ ഓർഗനൈസേഷനൊക്കെ അതിൽ വലിയ രീതിയിൽ മുക്തകണ്ഠം പ്രശംസിക്കാൻ, മന്ത്ലി എങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഖുർആന്റെ ഒരു ആഴമേറിയ പഠനം ഉണ്ടാക്കി കൊടുക്കണം. എല്ലാ സയന്റിസ്റ്റുകളും പറയുന്ന കഥകൾ അവർ കേൾക്കണം. ഞാൻ ഒന്നും കൂടി പറയാം, നിങ്ങളത് ചെയ്യുന്നുണ്ടാകാം. ഉസ്താദുമാർ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ IIT-യിൽ നിന്ന് PhD എടുത്തിട്ടുള്ള ദീനിയായ കുട്ടികൾ കൂടി അതിൻ്റെ സയൻസ് വന്ന് വിശദീകരിക്കണം. അപ്പോഴാണ് കുട്ടികൾക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുക. എന്താണ് ടൈം, എന്താണ് സ്പേസ് എന്ന് ഒരു പക്ഷേ നമ്മളെപ്പോലെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്ത് IIT-യിൽ നിന്ന് PhD കഴിഞ്ഞവർക്ക് കഴിയും. അവർ പക്ഷേ ഖുർആൻ പഠിച്ചിട്ടില്ലെങ്കിലും ഖുർആന്റെ ആയത്ത് വെച്ചുകൊണ്ട് ടൈമിനെയും സ്പേസിനെയും പ്രപഞ്ചത്തെയും വിശദീകരിക്കാൻ IIT-യിൽ നിന്ന് PhD കഴിഞ്ഞ കുട്ടികൾക്ക് കഴിയും. അതുകൊണ്ട് ഇനി അങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ കോൺഫിഡൻസിന്റെ ഭാഗമായിട്ട് എന്നോട് കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ക്യാമ്പസുകളിൽ പോകുമ്പോൾ കുട്ടികൾ എന്നോട് പറയാറുണ്ട്, സ്വകാര്യത്തിലെങ്കിലും ചില കാര്യങ്ങൾ. ആ കാര്യം നിങ്ങളോട് പറയാം. കാരണം ഒരു പക്ഷേ മതപരമായ വിശദീകരണം ഒന്നുകൂടി ഇന്റലക്ച്വലായി അവതരിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് കൂടും. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ കുട്ടികളെ ട്യൂൺ ചെയ്തെടുക്കുക എന്ന ഉത്തരവാദിത്വം നമുക്കാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആനിൽ ആഴമേറിയ ചില പഠനങ്ങൾ ഉണ്ടാകും. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമ വീണ സമയത്ത്, അഥവാ അള്ളാഹുവിന്റെ തജല്ലി എന്നാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് അവിടെ തജല്ലി എന്ന് ഉപയോഗിച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രാ സമയത്ത് പറയുന്ന സമയം, മിഅ്റാജിന്റെ സമയത്ത് പറയുന്ന തുമ്മദന ഫതദല്ല എന്നാണ്. എന്തുകൊണ്ട് അവിടെ തദല്ലി എന്ന് ഉപയോഗിച്ചു? വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ തദല്ലി ആൻഡ് തജല്ലി? അതിനെപ്പറ്റി മാത്രം ഗ്രന്ഥങ്ങളുണ്ട്. ഹസ്രത്ത് ഷാ വലിയുള്ള മുഹദ്ദിസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി ഇത് എഴുതിയിട്ടുണ്ട്. എന്താണ് തജല്ലിയും തദല്ലിയും തമ്മിലുള്ള വ്യത്യാസം? ഇങ്ങനെ ഓരോ വാക്കുകൾ എടുത്തിട്ട് അതിമനോഹരമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ പറ്റണം. അപ്പൊ മാത്സിന്റെ, മാത്തമെറ്റിക്കൽ എന്ന് പറയുന്ന സാധനത്തിന്റെ വണ്ടേഴ്സ്, അതിന്റെ മിറാക്കിൾസ് വിശുദ്ധ ഖുർആനിൽ നമ്മുടെ കുട്ടികൾ കാണും. ലോജിക്കിന്റെ മിറാക്കിൾസ് നിങ്ങൾ വെറുതെ വീട്ടിൽ പോയിട്ട് ഒന്ന് AI എടുത്തിട്ട് അതിന്റെ പ്രൈമിലേക്ക് കയറിയിട്ട്, AI സാധാരണ ഉള്ളതല്ല, പ്രൈം എന്നൊരു സാധനമുണ്ട്, അതിലേക്ക് കയറിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക്. വാട്ട് ആർ ദ എന്നോ അല്ലെങ്കിൽ എന്ത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും, അഥവാ ന്യൂമറിക്കൽ മിറാക്കിൾസ് ആൻഡ് മാത്തമെറ്റിക്കൽ മിറാക്കിൾസ് ഇൻ ഖുർആൻ എന്ന് അടിച്ചു നോക്കിയാൽ ഒരുപാട് റിസർച്ചുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു റിസർച്ചിലൂടെ നമ്മളെ കുട്ടികൾ പോകണം. അപ്പൊ ഖുർആൻ എന്ന് പറയുന്നതിന്റെ പഠനം കേവലം ഏതെങ്കിലും ഒന്നല്ല. ഖുർആനോട് നമുക്ക് 5 മര്യാദകളുണ്ട് എന്ന് ഹദീസിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, അത് ഓതാൻ പഠിക്കലാണ്. അതിമനോഹരമായി ഓതാൻ പഠിക്കുക, അത് അതിന്റെ ബേസിക് ആണ്. രണ്ടാമത്തത് ഏതാണെന്നറിയോ? അത് കഴിഞ്ഞാൽ പിന്നെ അത് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക, കഴിയുന്നത്ര, മുഴുവനായാൽ അത്രയും നല്ലത്. അത് ഹിഫ്ള് ചെയ്യുക എന്നതാണ്. മൂന്നാമത്തെ കടമ ഏതാണെന്നറിയോ? അതിന്റെ അർത്ഥം പഠിക്കുക എന്നതാണ്. കേവലം പെരിഫറൽ ആയിട്ടുള്ള അർത്ഥമല്ല, അതിന്റെ ആഴമേറിയ പഠനങ്ങളിലേക്ക് പോവുക എന്നതാണ്. നാലാമത്തത് അതനുസരിച്ച് ജീവിക്കുക എന്നതാണ്. ഒരുപാട് ക്ലാസ് എടുക്കാൻ വലിയ പ്രാപ്തനായിട്ട് കാര്യമില്ലല്ലോ, അതനുസരിച്ച് ജീവിക്കുന്ന ആളുകളായി മാറുക എന്നതാണ്. അഞ്ചാമത്തത് അത് പ്രബോധനം ചെയ്യുന്ന ആളായി മാറുക എന്നതാണ്. അപ്പൊ പ്രബോധകനാവുക എന്നതാണ് നമ്മുടെ അൾട്ടിമേറ്റ്. ആ അൾട്ടിമേറ്റിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകണം. ഭാവിയിൽ അവർ ഖുർആൻ പ്രബോധനം ചെയ്യുന്ന, അപ്പൊ അതിന്റെ താഴെ അതനുസരിച്ച് ജീവിക്കുന്ന, അത് നന്നായിട്ട് അർത്ഥം പഠിച്ച, അതിനെ ഹിഫ്ള് ചെയ്ത, അതിനെ ഓതാൻ പഠിച്ച ഒരു കുട്ടിയാക്കി നമ്മുടെ കുട്ടികളെ മാറ്റുക എന്നത് നമ്മുടെ മൂല്യമാണ്, നമ്മുടെ ആദർശമാണ്. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ കുട്ടികളെ ചേർത്തില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? നമ്മുടെ കുട്ടികൾ രസങ്ങൾ തേടി പുറപ്പെടും. ആ രസങ്ങൾ തേടി പുറപ്പെടുന്ന സമയത്ത് അവർ കാണുന്നത് എന്തായിരിക്കും? ഇമാതിരി കുട്ടികളുടെ ചില പേക്കൂത്തുകളായിരിക്കും. ഉദാഹരണത്തിന് 2 കുട്ടികൾ തമ്മിൽ, അല്ലെങ്കിൽ 2 ഗ്യാങ്ങുകൾ തമ്മിൽ എന്തിനാ ഇവർ വഴക്കൂടുന്നറിയോ? അത് ഞാൻ വിശദീകരിച്ച് പറയാത്തതൊക്കെ പത്രങ്ങളിലൂടെ നിങ്ങൾ അറിയുന്നത് കൊണ്ടാണ്, അല്ലാതെ എനിക്കും ആകാശത്തുനിന്ന് വരുന്നൊന്നുമല്ലല്ലോ. അവരിത് കാരണം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേരിന്റെ സിമിലാരിറ്റിക്ക് വേണ്ടിയിട്ട് തല്ലുകൂടുന്ന കുട്ടികളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് അവിടെ സ്റ്റാർ ബോയ്സ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർ ബോയ്സ് എന്നാണെങ്കിൽ, എന്തിനാ നീ സ്റ്റാർ ബോയ്സ് എന്നിട്ടതെന്നും പറഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ തല്ലാൻ കഴിയാത്തത് കൊണ്ട്, കുറച്ചെങ്കിലും ആണത്തമുള്ള അധ്യാപകർ അവിടെ ഉണ്ടായത് കൊണ്ട് അവർ തെരുവിലേക്ക് ഇറങ്ങിയിട്ട് വഴക്ക് കൂടുകയാണ്. എന്നിട്ട് എമ്മാതി തല്ലെന്നറിയോ? അവർ കണ്ട സിനിമകളിലെ മുഴുവൻ സാധനങ്ങളും വന്ന് പുറത്തെടുക്കും.
വയലൻസിനെ പുറത്തെടുക്കും. വയലൻസ് എന്ന് പറയുന്നത് അവർക്കിപ്പോൾ ഒരു വല്ലാത്ത പ്രതാപമായി മാറിയിരിക്കുകയാണ്. പണ്ട് നമ്മൾ നൈജീരിയയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ടായിരുന്നു, പെർഫെക്ഷൻ ഈസ് ബോറിംഗ്. ബനിയന്മാർ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ടാവും, പെർഫെക്ഷൻ ഈസ് ബോറിംഗ്. പെർഫെക്റ്റ് ആയിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ വെറും ബോറാണെന്ന്. ഇതേപോലെ തന്നെ വയലൻസ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഞങ്ങളുടെ സൈലൻസ് എന്നുള്ള അവസ്ഥയിലേക്ക്. വയലൻസ് ഈസ് ദ സൈലൻസ്. ഞങ്ങൾ സൈലൻ്റായി നടക്കുന്നെങ്കിൽ ഞങ്ങൾ വയലൻ്റ് ആണ് എന്നുള്ള അവസ്ഥയിലേക്ക് കുട്ടികൾ പോവാണ്. അപ്പോൾ അടി പിടി, അതിനു വേണ്ടിയിട്ട് തല്ലുമാല എന്നുള്ള പേര്, അതിനു വേണ്ടിയിട്ടുള്ള സിനിമകൾ, എല്ലാറ്റിനും കാരണമുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഏകദേശം ഒരു 100 പ്രസംഗം പ്രസംഗിക്കുന്നതിനേക്കാളും എഫക്റ്റായിരിക്കും തല്ലുമാല. സിനിമന്റെ പേരെല്ലാം പറഞ്ഞിട്ട് തല്ലുമാല കണ്ടിട്ട് ഒരു സിനിമ കണ്ടവർ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ മോശപ്പെട്ട പാട്ടുകൾ ഉണ്ടാകും. ആ പാട്ടുകളുടെ വരികൾ തന്നെ മാതാപിതാക്കൾ അനുസരിക്കരുത് എന്ന കൃത്യമായ വരികളായിരിക്കും. ഇതൊക്കെ എന്തിന്റെ പേരിൽ നടക്കുന്നു? അതിൻ്റെ ഒന്ന് പിന്നിലേക്ക് നമുക്ക് കടന്നു പോകാം. എന്തിനാണ് ഇതൊക്കെ നടക്കുന്നത്? എവിടെയൊക്കെയാണോ ഇസ്ലാമിക മൂല്യങ്ങളുള്ളത് അവിടെയൊക്കെ കോർപ്പറേറ്റ് ഭീമന്മാരുടെ വല്ലാത്ത കടന്നേറ്റമുണ്ട്. ഇതൊക്കെ മതക്കാർ മാത്രമാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആളുകൾ മരിച്ചൊടുങ്ങിയാലും വേണ്ടിയില്ല, ഞങ്ങൾക്ക് പൈസ മതി എന്നതാണ്. ഗ്യാംബ്ലിംഗ് സെന്റർ പോയി കഴിഞ്ഞാൽ മനസ്സിലാകുമല്ലോ. ഗ്യാംബ്ലിംഗ് സെന്ററുകൾ ജസ്റ്റ് കാണാനെങ്കിലും പോകാമല്ലോ. മോശത്തിലൊന്നുമല്ല അവിടെ ഉണ്ടാകുക. പൈസ ഇട്ട ആൾക്കാർ വരും, എല്ലാകെ അങ്ങോട്ട് ബെൻസ് കാറും കൊണ്ട് പോയാൽ സ്വന്തം ഷൂ പോലും ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങും നമുക്ക് കാണാൻ പറ്റും. ഞാൻ മിട്ടി മുഹമ്മദ് ബഷീർ സാബും കൂടി ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടുന്ന് കുട്ടികൾ KMCC-ക്കാർ ഞങ്ങളെ മലേഷ്യയിലെ ഈ ഗ്യാംബ്ലിംഗ് സെന്റർ അവിടെ എന്തൊക്കെ നടക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരുന്നു. ടി ബഷീർ സാഹിബ് എന്നോട് പറഞ്ഞു, എന്തൊക്കെയായി നടക്കുന്നതെന്ന്. കോടികളായിട്ട് വരിക, പാപ്പറായിട്ട് പോവുക. അതിന്റെ ഉടമസ്ഥരുണ്ടല്ലോ, ഇവൻ ഇന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് വിചാരിച്ചാൽ പോലും ഇവനും കുടുംബവും ഇന്ന് ഇല്ലാതെയാകും ഈ ഭൂമികയിൽ നിന്ന് എന്നവർക്ക് കൃത്യമായ ബോധമുണ്ടായാൽ പോലും ഒരു നയാ പൈസ പോലും അവർ തിരിച്ചു കൊടുക്കില്ല. കാരണം അത് ഗ്യാംബ്ലിംഗ് ആണ്. അങ്ങനെ മരിച്ചൊടുങ്ങിയ അനേകായിരം ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഗ്യാംബ്ലിംഗ് സെന്ററിൽ പോയിട്ട്. ആ ഗ്യാംബ്ലിംഗ് എന്ന് പറയുന്നത് ഡയറക്റ്റായി അവിടെ നടക്കുമ്പോൾ ഇതേ ഗ്യാംബ്ലിംഗ് സെന്റേഴ്സിന്റെ ഈ പറയുന്ന ഓൺലൈൻ സെന്റേഴ്സ് ഉണ്ട്. അത് നമ്മൾ രക്ഷിതാക്കൾ അറിയേണ്ടതാണ്. ഗാംബ്ലിംഗുകാരാണ് ഈ ഓൺലൈൻ സെന്റേഴ്സ് ഉണ്ടാക്കുന്നത്. ഈ ഓൺലൈൻ സെന്റേഴ്സ് ഉണ്ടാക്കിയിട്ട് ഓൺലൈനിലേക്ക് കയറിയിട്ട് ഒരു ഗാംബ്ലിംഗ് തന്നെയാണ് ഈ കുട്ടികൾ നടപ്പിലാക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് മലേഷ്യയിൽ പോയിട്ടും സിംഗപ്പൂരിൽ പോയിട്ടും യൂറോപ്പിൽ പോയിട്ടും കളിക്കണമെന്ന്. നമ്മളെ വീട്ടിലിരുന്നിട്ട് കോഡ് നെക്കി കൊടുത്തിട്ട് ഉമ്മയുടെ അല്ലെങ്കിൽ ഉപ്പയുടെ ഈ അക്കൗണ്ടിൽ നിന്ന് ഇതിലേക്ക് മെർജ് ചെയ്യലും അല്ലെങ്കിൽ അതിലേക്ക് അയക്കലും, ഇതൊക്കെ RTGS-ഉം അതേപോലെ അല്ലെങ്കിൽ സെൻഡ് ചെയ്യലും, ഇതൊക്കെ അവർക്ക് സുന്ദരമായിട്ട് അറിയാം, നിങ്ങളെക്കാൾ കൂടുതൽ അറിയാം. എന്നിട്ടത് കുറേ പോയി കഴിയുമ്പോഴാണ് ഇതെങ്ങനെ സംഭവിക്കുന്നത്. വാപ്പ ഒരു കൂട്ടി ഒരു പക്ഷേ നല്ലൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ലിക്വിഡായിട്ടുള്ള പൈസയാകാം, അല്ലെങ്കിൽ ഉമ്മക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയതിൻ്റെ പേരിൽ ഉമ്മ ഏതെങ്കിലും പറമ്പെടുക്കാൻ വേണ്ടി വെച്ചതാകാം. നിങ്ങളതിലേക്ക് എത്തി നോക്കുന്നേയില്ല, മെസ്സേജ് വരുന്നത് ശ്രദ്ധിക്കുന്നില്ല. ഒരു പക്ഷേ ബാങ്കിൽ നിന്ന് മെസ്സേജ് വരുന്നത് അവർ ഓഫാക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്നും മെസ്സേജ് വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടായി, 5000 രൂപ പോയാലോ 100 രൂപ പോയാലൊക്കെ ആ മെസ്സേജ് പോലും ബ്ലോക്കാക്കി വെക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ധാരണ ഇനി പൈസ പോകുന്നില്ല എന്നാണ്. ഇടയ്ക്കൊക്കെ എൻ്റെ ബാങ്ക് ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തർക്കുമാണ്. അപ്പം നമ്മുടെ കുട്ടികൾ അതിനെ സുന്ദരമായിട്ട് അവരുടേതായ മനസ്സിലുള്ള സ്പാമിലൂടെ, അവരുടെ സ്കാമിലൂടെ അത് എന്താക്കുന്നു, പുറത്തേക്കെടുക്കുന്നു. എന്നിട്ട് ഗാംബ്ലിംഗ് സെന്റേഴ്സിലേക്ക് അവരെത്തുന്നു. ഞാൻ പറയുന്നത് ആ സെന്ററിലേക്ക് ഫിസിക്കലായി എത്തുന്നില്ല, പക്ഷേ മെന്റലി അവരവിടെയാണ്. അങ്ങനെ സമ്പത്ത് നഷ്ടപ്പെട്ട എത്രയോ ആളുകളുണ്ട്. ഗെയിം പർച്ചേസ് ചെയ്തിട്ട് ഇതിലേക്ക് പോയ ആളുകളുണ്ട്. ആ ഗെയിം എവിടുന്നാണ് തുടങ്ങുന്നത്? നമ്മുടെ കുട്ടികൾക്ക് ഈ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഗെയിം കളിപ്പിച്ച് അവർ ആ ലോകത്തിലേക്ക് കടന്നു പോവാണ്. എന്താ ഡിസ്ട്രക്ഷൻ? മൊത്തത്തിൽ തകർത്ത് പോവുക. ഒരു കാറ് പൊക്കുക, എന്നിട്ട് അയാളെ കൊല്ലുക, എന്നിട്ട് അടുത്തടുത്തേക്ക് പോവുക. പോയി ഇപ്പോൾ ഹെലികോപ്റ്റർ പൊക്കലൊക്കെ ആയിട്ടുണ്ട് കുട്ടികൾ. ഹെലികോപ്റ്റർ പൊക്കുക, ആകാശത്തിലൂടെ പറക്കുക, എന്നിട്ട് അടുത്ത ഹെലികോപ്റ്റർ പൊക്കുക, ഇതിൽ നിന്ന് അതിലേക്ക് ചാടുക. ഇത് ഏകദേശം ഒരു 30-40 അല്ലെങ്കിൽ 100 പ്രാവശ്യം കളിച്ചു കഴിഞ്ഞാൽ അവൻ അഡിക്ഷൻ വരും. ആദ്യം അവന് പെർസെപ്ഷൻ ആണ് ഉണ്ടാവുക, പിന്നെ ഒപ്പീനിയൻ ഉണ്ടാകും, പിന്നെ ബിലീഫ് സിസ്റ്റം ആകും, പിന്നെ ആറ്റിറ്റ്യൂഡ് ആകും. ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്താൽ അവൻ്റെ മനസ്സ് തന്നെ ആളുകളെ തകർക്കുന്ന മനസ്സിലേക്ക് അതങ്ങനെ ചേഞ്ച് ആയിട്ടുണ്ടാകും. അത് നമ്മൾ അറിയില്ല. പിന്നെ ഒരു നെറ്റൊന്ന് ഓഫാകുമ്പോഴേക്ക് ഉമ്മ ഫോൺ തരുന്നെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഗെയിം കളിച്ച കുട്ടികൾക്ക് ഈ ഒരു വയലൻസ് തൻ്റെ തലയിലുണ്ടായത് കൊണ്ട് ആളുകളെ ഒരുപാട് കൊന്നൊടുക്കിയ അവന് മാനസികമായൊരു പക്വതയുണ്ടായത് കൊണ്ട് ഒരുപാട് ആളുകളെ തട്ടിയിട്ട് ഇവൻ ഗെയിമിലൂടെ. ഇപ്പൊ കുട്ടികൾ പറയുന്ന കേട്ടിട്ടില്ലേ, ഞാൻ ബുഗാട്ടി വാങ്ങിയിട്ടുണ്ട്, ഞാൻ പിന്നെ ഇത് എത്ര റോൾസ് റോയ്സ് ഒക്കെ 5000 വാങ്ങിയ കുട്ടികളുണ്ട് ഈ ഗെയിമിൽ. ഒറിജിനൽ റോൾസ് റോയ്സ് അല്ല, എൻ്റെ അടുത്ത് 5000 ഉണ്ടെന്നൊക്കെ കുട്ടികളാണ് പറയുന്നത്. അപ്പൊ കുട്ടികളുടെ വിചാരം ഞാൻ 5000 റോൾസ് റോയ്സിന് 5000 റോൾസ് റോയ്സ് ഇന്ന് വരെ ബ്രൂണൈ സുൽത്താൻ പോലും വാങ്ങിയിട്ടില്ല. അതൊക്കെ വാങ്ങി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഏറ്റവും സ്ട്രോങ്ങിൽ നിൽക്കുകയാണ്.
ഞാൻ ഇത്രയും റോൾസ് റോയ്സിന്റെ അധിപനാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ അഹങ്കാരത്തിന്റെ മൂർത്തിമത് ഭാവവും ഈ അഡിക്ഷനും കൂടി കടക്കുമ്പോൾ ഉമ്മ നിങ്ങൾ മൊബൈൽ തരുന്നെന്ന് പറയുന്ന സമയത്ത് ആ മൊബൈൽ കൊടുക്കൽ ഞാനിപ്പോൾ തരൂല, നീ എപ്പോഴും മൊബൈൽ തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് സ്വാഭാവികമായി പറഞ്ഞ ഒരു ഉമ്മ ജസ്റ്റ് ഒന്ന് പോയി വിശ്രമിക്കുമ്പോഴേക്ക് അടുക്കളയിൽ പോയി കഠാര കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തി കൊണ്ടുവന്നിട്ട് മാതാവിൻ്റെ കഴുത്തിലേക്ക് ആഞ്ഞു കുത്താൻ ഇവൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയത് നിങ്ങൾ വിചാരിക്കരുത് അതിനുവേണ്ടി പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന്. അത് ഈ കാണുന്ന ഓൺലൈനിലൂടെ അവൻ്റെ ഗെയിമുകളാണ്, അവൻ്റെ അഡിക്ഷനുകളാണ്, അവൻ്റെ ലോകം അവൻ തീർത്തതാണ്. ആ ഒരു മെൻറ്റാലിറ്റി ഇവനുണ്ടായതുകൊണ്ടാണ് സ്വന്തം മാതാവിനെ കുത്താൻ അവന് മനസ്സ് അനുവദിക്കുന്നത്. അതൊരു പ്രശ്നമല്ലെന്ന് അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോലെയുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്തെന്നറിയുമോ? കൃത്യമായി നമുക്കൊരു ധാരണയുണ്ടാകണം നമ്മുടെ കുട്ടികളെ എങ്ങനെ ഒബ്സർവ് ചെയ്യണമെന്ന്. നമ്മൾ വിചാരിക്കുന്ന പുറത്തു പോയാൽ ഈ സാധനങ്ങളൊക്കെ കിട്ടൂ എന്ന്, കിട്ടുന്ന വഴികൾ പറയുന്നത് ശരിയല്ല. ഞാൻ നാളെ നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ക്ലാസ് എടുക്കുമ്പോൾ MDMA എന്താണ്, LSD എന്താണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ക്ലാസ് എടുക്കുന്നു. അതിൻ്റെ ഹരങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സൗമ്യ ഇതോട് കൂടിയിട്ട് സാർ ഇങ്ങനെ അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാത്തവരും കൂടി തേടിപ്പോകും. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് കുറേ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് MDMA, എന്താണ് LSD, അത് ഏത് ഫോമിലൊക്കെ ഉണ്ട്, അത് ഏതൊക്കെ നാക്കിലൂടെ എങ്ങനെ കിട്ടണം, അത് പഞ്ചസാരൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ മാതിരിയാണെന്നൊക്കെ ഇങ്ങനെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് പിന്നെ അങ്ങോട്ട് പോലെ എളുപ്പമാണ്. ഏതൊരു സാധനം കേട്ടാലും അത് രണ്ട് രീതിയിൽ കേൾക്കുന്ന ആൾക്കാരുണ്ട്. ഒന്ന് അതിനെ ഉപയോഗിക്കാൻ വേണ്ടി കേൾക്കുന്നവർ, ഒന്ന് അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി കേൾക്കുന്നവർ. മാറി നിൽക്കാൻ വേണ്ടി കേൾക്കുന്നവർ വളരെ കുറച്ചായിരിക്കും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിലേക്കല്ല പോകുന്നത്. പക്ഷേ ഇതിന് ഓരോ തട്ടുകളുണ്ട്. ആ തട്ടുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ തട്ട് കുട്ടികൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നതല്ല, ഒന്നുകിൽ അവൻ്റെ സുഹൃത്തിൽ നിന്ന്. അതിൻ്റെ ഒരു കാരണമുണ്ട്. ഇമോഷണലി ബാക്കപ്പ് കൊടുക്കാത്ത പാരന്റിൽ നിന്ന് ഇമോഷണലി അവൻ പോകുന്നത് ഗ്യാങ്ങിലേക്കായിരിക്കും. ഒന്നും കൂടി പറഞ്ഞാൽ, നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി മനോഹരമായി പൈസ കൊടുക്കുന്നു, അതേപോലെ തന്നെ വണ്ടിക്ക് പൈസ കൊടുക്കുന്നു, പഠിപ്പിക്കുന്നു, വന്നാൽ പഠിക്കണം എന്ന് പറയുന്നു, വന്നാൽ ട്യൂഷൻ കൊടുക്കുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷെ ആ കുട്ടിക്ക് ഇന്റലക്ച്വലിയും ഫിസിക്കലിയും ഒക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ ഇമോഷണലി ഒന്നും കിട്ടുന്നില്ല. ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് എന്തൊക്കെയുണ്ട്? IQ ഉണ്ട്, EQ ഉണ്ട്, CQ ഉണ്ട്, SQ ഉണ്ട്. SQ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ കോഷനാണ്. സ്പിരിച്വൽ കോഷൻ PhD എടുത്ത നമ്മുടെ BEd സെൻറ്ററിലെ ഫൈസൽ സാർ ഇങ്ങോട്ട് നിങ്ങൾ വളാഞ്ചേരി BEdൽ പോയാൽ കാണുമ്പോൾ അദ്ദേഹം SQവിലാണ് PhD എടുത്തത്. SQ സ്പിരിച്വൽ കോഷൻ എന്താണ്, അതുമായി ബന്ധപ്പെട്ട ഒരു ആംഗിളാണ് അദ്ദേഹം ചെയ്തത്. ഇതേപോലെ ഒരു മനുഷ്യനെ ഇന്റലക്ച്വലി ഫിറ്റ്, അത് നിങ്ങൾ ഫിറ്റാണ്. നിങ്ങൾ സമ്പത്ത് കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു, കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുന്നു, കളിക്കാൻ എല്ലാം കൊടുക്കുന്നു, പക്ഷേ അവന് ഇമോഷൻ കിട്ടുന്നത്, അവൻ്റെ മനസ്സ് ഇഷ്ടപ്പെടുന്നത്, അവൻ്റെ വൈകാരികത എന്ന് പറയുന്ന വികാരം അവന് സംതൃപ്തമാകുന്നത് കൂട്ടുകാരിൽ നിന്നാണ്. അതുകൊണ്ടാണ് മാതാപിതാക്കളെക്കാൾ കൂട്ടുകാരിലേക്ക് അവൻ ചേക്കേറുന്നത്. കാരണം മാതാവ് ഒരിക്കലും അവനൊരു ചുംബനം കൊടുക്കുന്നില്ല, അവനൊന്ന് ഹഗ് ചെയ്യുന്നില്ല, മാർക്ക് കുറഞ്ഞു പോയാലും സാരമില്ലടാ എന്ന് പറയുന്നില്ല, സാരമില്ലടാ എന്ന്. ഇപ്പം എൻ്റെ മക്കൾ, 3 മക്കളും എൻ്റെ ഭാര്യയും ഈ സദസ്സിൽ ഇത് കേൾക്കാനിരിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കളിയാക്കിയാൽ അങ്ങനെയുള്ളവരാ പിന്നെ ഉഷാറാവുക എന്ന് നമ്മൾ പറയണം. കാരണം ആ കുട്ടികൾക്ക് ഒരു ആശ്വാസം കൊടുക്കാൻ നമുക്ക് പറ്റണം, ആശ്വാസം കൊടുക്കണം. ഞാനൊരു പേഴ്സണൽ കാര്യം പറഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്നാലും എൻ്റെ മനസ്സിൽ നിന്ന് മായാത്തൊരു ചിത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതേപോലെ എന്താക്കിയെന്ന് പറഞ്ഞാൽ ഒരു സിനിമക്ക് കൊണ്ടുപോയി. 10ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുകയാണ് ഞാൻ ആ സമയത്ത് എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 3:30 മണിക്ക് എണീച്ച് തഹജ്ജുദ് നിസ്കരിക്കണം. ചെറുപ്പം മുതലേ കാണുന്നതാണ്. ഖുർആൻ ഒരു 7 ദിവസം കൊണ്ടൊക്കെ തീർക്കും ഒരാൾ. അങ്ങനെയുള്ളൊരു പാവം മാതാവ് സിനിമ കണ്ടു എന്ന് വന്നപ്പോൾ ഭയങ്കരമായിട്ടുള്ള അടി തന്നു. അതിലെൻ്റെ ഉപ്പാപ്പ വന്നിട്ട് കൈപിടിച്ചു. ഉപ്പാപ്പ കൈപിടിച്ചപ്പോൾ എൻ്റെ ഉപ്പാപ്പ നല്ലൊരു മനുഷ്യൻ, എൻ്റെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ആരോടും ചൂടാകാത്ത നല്ലൊരു പ്രകൃതക്കാരൻ. അടുത്തുള്ള ആൾക്കാരൊക്കെ ഹൈന്ദവർ വരെ എന്തെങ്കിലുമൊക്കെ കോഴീനെ അറക്കണമെങ്കിലോ എന്തിനെങ്കിലും അറക്കണമെങ്കിലൊക്കെ പാപ്പാൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അറക്കുക. പാപ്പ അറത്താൽ അവർക്ക് ശരിയാവുള്ളൂ. അറവുകാരനൊന്നും അല്ല കേട്ടോ, ഒരു പാവം മനുഷ്യനായിരുന്നു. അങ്ങനെ നല്ല നിസ്കാരമൊക്കെ കൃത്യമായിട്ട്, അന്നത്തെ കാലത്ത് നിസ്കാരം കൃത്യമായിട്ട് നടത്തുന്ന ആൾക്കാർക്ക് വളരെ കുറവായിരിക്കും. ഏതായിരുന്നാലും ശരി, അങ്ങനെ നമ്മുടെ നാട്ടും പ്രദേശത്തൊക്കെ അതേ പറഞ്ഞ കർഷകരായതുകൊണ്ട് ആ ചേറ്റിൽ നിന്നൊക്കെ വന്നിട്ടുള്ള നിസ്കാരം ഇവർക്ക് ഉണ്ടാവുള്ളൂ. അല്ലെ ചെയർ ഒഴിവാക്കിയിട്ട് ലുഹ്ർ നിസ്കരിക്കുന്ന കാലൊക്കെ അന്നത്തെ കാലത്ത് കുറച്ച് കുറവാണ്. ഏതായിരുന്നാലും ശരി, അന്ന് മുതൽ അങ്ങനെ നടന്ന നല്ല മനുഷ്യൻ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഞാൻ പറയുന്നത് കൈ വന്നിട്ട് പിടിച്ചിട്ട് പറഞ്ഞു മാറി നിൽക്ക്, കുട്ടീനെ അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉമ്മ വെറുതെ അങ്ങനെ പറയുമല്ലോ, ഒരു ചൂടാകുമ്പോൾ അങ്ങനെ പറയും, നിങ്ങളാണ് കുട്ടീനെ അങ്ങനെ വഷളാക്കണമെന്ന് പറഞ്ഞു. അറിയാണ്ട് പറഞ്ഞു ഏതാ. അപ്പം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ അങ്ങനെ നന്നായി എന്ന് പറയല്ലോ കേട്ടോ. പക്ഷെ എൻ്റെ ഉപ്പാപ്പ അന്ന് പറഞ്ഞ രംഗം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ട്, നീ നോക്കിക്കോ, എൻ്റെ പേരമക്കളിൽ അവനായിരിക്കും ഏറ്റവും നന്നാവുക. ഉപ്പാപ്പാൻ്റെ പേരക്കുട്ടികൾ ഞാൻ നന്നായിട്ടൊന്നുമില്ല, ഇതിൽ നല്ല ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ ആ രംഗം എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അഥവാ നെഗറ്റീവായിട്ട് മൊത്തം നിൽക്കുമ്പോൾ
സ്വന്തം മാതാവ് പോലും ഒരു സിനിമ കണ്ടതിൻ്റെ പേരിൽ അങ്ങേയറ്റം തല്ലി തകർക്കുമ്പോൾ ആശ്വാസവാക്കായി വന്നിട്ടുള്ള ഒരു സൈക്കോളജിയും പഠിച്ചിട്ടില്ലാത്ത സ്കൂളിൻ്റെ പടി പോലും കണ്ടിട്ടില്ലാത്ത കുഞ്ഞാലിക്കുട്ടി എന്ന പേരിലുള്ള മാനുക്കാക്ക എന്ന് പറയുന്ന പാവം മനുഷ്യൻ പച്ചയായി കണ്ണുകൾ നിറഞ്ഞു പറഞ്ഞത് എനിക്കിന്നും ഓർമ്മയുണ്ട്. ആ ഒരു രംഗം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും ഖബർ സന്ദർശിക്കുമ്പോൾ ദുആ ചെയ്യേണ്ടി വരുമ്പോൾ ഉപ്പാപ്പാന്റെ ഭാഗത്ത് നമ്മൾ ദുആ ചെയ്യാറുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആശ്വാസ വാക്കുകൾ പറയാൻ നമുക്ക് ഓരോ ആളുകൾ ഉണ്ടാകണം. നമ്മൾ എത്ര തകർന്നു പോയാലും അവിടെ ഇടപെട്ടിട്ട് നമ്മുടെ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ആ പ്രൊട്ടക്ഷൻ ഒരിക്കലും മോശത്തരത്തിലേക്ക് കൊണ്ടുപോകരുത്. അവിടെ നന്നാകും നീ എന്ന് പറയണം നമ്മളോട്. ആ ഒരവസ്ഥയിൽ നമുക്ക് നല്ലൊരു ഗുഡ് പാരന്റിങ് എന്ന് പറയുന്ന സാധനം നമുക്കുണ്ടാകണം. ദീനിൻ്റെ മോശയിൽ നിന്നുകൊണ്ട് അടിപൊളിയായി തൗഹീദിലും സുന്നത്തിലും നിന്നുകൊണ്ട് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാനുള്ള പ്രാപ്തി അതുകൊണ്ട് നടക്കുന്ന സംഘടനാ ബോധത്തോടാണ് പറയുന്നത്. ഇനിയും നമ്മൾ ആഴമേറിയ രീതിയിലേക്ക് പോകണം. ഇന്ന് അറിയാതെ നമ്മൾ മതഫാഖുറും ബൈനക്കും എന്ന് പറയുന്ന ആ ഒരു സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കാൻ. പരസ്പര മത്സരമാണ്. ഇവിടെ നമ്മളൊരു വീട് വെക്കുമ്പോൾ അപ്പുറത്തെ വീട് ഒന്നും കൂടി വലുതായാൽ ഇവിടെ പൊളിച്ച് പിന്നെയും വലുതാക്കുകയാണ്. അവിടെ ഇപ്പോഴും പിന്നെ ബിരിയാണിയും അതേ കല്യാണത്തിന് 5 വിഭവങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞാൽ 6 വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തിരക്കിലാണ്. ഈ ഫഖ്ർ നടിക്കൽ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ചെറുതായില്ലേ എന്ന് നമ്മൾ നമ്മുടെ ഉള്ളത്തോട് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്. എൻ്റെ മകൻ ഡോക്ടറാണ്, അല്ലെങ്കിൽ അനിയത്തിയുടെ മകൻ ഡോക്ടറായതുകൊണ്ട് നീ ഡോക്ടറാകാതെ നിവൃത്തിയില്ല എന്ന് ഏട്ടത്തിയുടെ മകനോട് പറയുന്ന ഫഖ്റിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കുട്ടിയും ഏത് രീതിയിലൂടെ പോയാൽ എവിടെ എത്തുമെന്ന കൃത്യമായ ബോധത്തിലൂടെ വളർത്തി വലുതാക്കേണ്ടതിന് പകരം ഈ ലോകത്തിലെ ഏറ്റവും ടോപ്പ് കരിയർ, ഞാൻ അങ്ങനെ പറയുന്നു നിങ്ങൾക്ക് തോന്നരുത്, ഡോക്ടർ അല്ല, എഞ്ചിനീയർ അല്ല, കലക്ടർ അല്ല, സയന്റിസ്റ്റ് അല്ല, ഈ ലോകത്തിൽ അവരൊക്കെ ആയാലും, ഡോക്ടർ ആയാലും, എഞ്ചിനീയർ ആയാലും, കലക്ടർ ആയാലും, സയന്റിസ്റ്റ് ആയാലും, ഇനി എന്തൊക്കെ ആയാലും, ഈ ലോകത്തിലെ ഏറ്റവും ടോപ്പ് കരിയർ, അതിനെ കരിയർ എന്ന് വിളിക്കാമോ എന്നറിഞ്ഞുകൂടാ, ഏറ്റവും ടോപ്പ് പൊസിഷൻ, പ്രൊഫഷൻ അല്ല, ഏറ്റവും ടോപ്പ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതെന്താണെന്നറിയോ? സോഷ്യൽ റിഫോമർ ആവുക എന്നതാണ്. സോഷ്യൽ റിഫോമർ, സോഷ്യൽ ലീഡർ അല്ല, സോഷ്യൽ റിഫോമർ. സമൂഹത്തെ മാറ്റിമറിക്കാൻ കരുത്തുള്ള ഒരു മനുഷ്യനായി മാറുക എന്നതാണ്. അവൻ സ്വയം ഡോക്ടറായി, അവൻ സ്വയം എഞ്ചിനീയറായി, അവൻ സ്വയം കലക്ടറായി, എവിടെയെങ്കിലും കലക്ടറേറ്റിൽ ഇരുന്നിട്ട് ജീവിതകാലം മുഴുവൻ കലക്ടറായി ഭരിക്കണം, അങ്ങനെ തന്നെ പോട്ടെ. പക്ഷെ അതേ മനുഷ്യൻ തന്നെ ആധുനിക ലോകത്തിനെ മാറ്റിമറിക്കാൻ കഴിവുള്ള കെൽപ്പുള്ള ഒരു മനുഷ്യനായി സമൂഹത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന കുട്ടികളായി നമ്മുടെ കുട്ടികളെ വളർത്തുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ഖുർആന്റെ ബേസിൽ നിന്നുകൊണ്ട്, ഹദീസിന്റെ ബേസിൽ നിന്നുകൊണ്ട്, മനുഷ്യത്വത്തിന്റെ ബേസിൽ നിന്നുകൊണ്ട്, മാനവികത മുഴുവൻ നെഞ്ചിലെട്ടിക്കൊണ്ട് നമ്മുടെ ഓരോ കുട്ടികളെയും വ്യക്തമായി ആ ഒരു രൂപത്തിലേക്ക് കൊണ്ടുപോകുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ലാബിലിറ്റിയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ ബാധ്യതയും ഉത്തരവാദിത്വവുമാണ്. ആ ഒരു ബാധ്യത നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുനിയേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വീട്ടിൽ അങ്ങനെയാകുമ്പോൾ തൗഹീദിൻ്റെ ലോകത്തിലേക്ക് നമ്മളെ കുട്ടികളെ കൊണ്ടുപോകണം. ഈ കാണുന്ന എല്ലാ ലോകവും തീർക്കുന്നത്, നേരത്തെ പറഞ്ഞ ഒരു ഗ്യാങ്ങായി മാറുന്നത് എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ നെഗറ്റീവ് അല്ല പറയുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു കുട്ടി ഒന്ന് മദ്യപിച്ചു എന്ന് വെക്കുക, നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി ചെറുതായി ഇതൊന്ന് ഉപയോഗിച്ചു എന്ന് വെക്കുക, അവനെ ഒറ്റപ്പെടുത്തി അവനെ ഒരു മഹലിൽ നിന്ന് നിഷ്കാസനം ചെയ്ത് അല്ലെങ്കിൽ അവനെ ബാൻ ചെയ്ത് അങ്ങനെയൊന്നുമല്ല നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയോ? അവനെ രഹസ്യമായി കണ്ടെത്തണം, എന്നിട്ട് നല്ലൊരു കൗൺസിലറുടെ അരികിൽ എത്തിക്കണം. നന്നായി കൗൺസിലിംഗ് കൊടുത്താൽ മാറുമെങ്കിൽ, അവൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിൽ, അവൻ്റെ മനസ്സറിഞ്ഞ്, അവൻ്റെ പേഴ്സണാലിറ്റി അറിഞ്ഞ്, അവൻ്റെ ഇമോഷൻ അറിഞ്ഞ് അതിമനോഹരമായി അവനെ തിരുത്താൻ പറ്റുന്നൊരു നല്ലൊരു കൗൺസിലറുടെ അരികിൽ നിങ്ങൾ എത്തിക്കണം. അങ്ങനെ കൗൺസിലർ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, കൗൺസിലിംഗ് മാത്രം കൊണ്ട് നടക്കുന്നില്ല എങ്കിൽ തെറാപ്പി കൂടി ചെയ്യണം. ഇന്നലെ ബാംഗ്ലൂരിൽ ഞാൻ കണ്ടു, ഈ പറയുന്ന കുട്ടികൾ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും സുന്ദരമായ തെറാപ്പികൾ ചെയ്തുകൊണ്ട് അതിമനോഹരമായത് മാറ്റിമറിക്കുന്ന പ്രവണതകളെ, അങ്ങനെ ആ തെറാപ്പികൾ ചെയ്തുകൊണ്ട്, ഇതിൽ ആരെങ്കിലുമൊക്കെ മുമ്പും എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ടാകാം, ചിലപ്പോൾ തെറാപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടിട്ടുണ്ടാകാം. ഞാൻ ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും അതേപോലെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്, അവരത് ചെയ്യുന്നുണ്ട്. അപ്പോൾ തെറാപ്പികൾ ചെയ്തുകൊണ്ട് മാറ്റണം. ഇനി അതുകൊണ്ട് നിൽക്കുന്നില്ല എങ്കിൽ ആ കുട്ടികളെ മെഡിക്കേഷൻ കൊടുക്കണം, അഥവാ മരുന്ന് കൊടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. മെഡിക്കേഷനിലൂടെ മാറുന്നില്ലെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകണം. ഡി അഡിക്ഷൻ സെന്റർ 4ാമത്തെ ഘട്ടമാണ്. അല്ലാതെ ഒരു കുട്ടി ഉപയോഗിക്കുന്നു എന്ന് കാണുമ്പോഴേക്ക് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് എടുത്തെറിയലല്ല. കാരണം ഡി അഡിക്ഷൻ സെന്ററിൽ എക്സ്ട്രീം ലെവലിലുള്ള കുട്ടികളെ നമ്മൾ കാണും. തല ഇങ്ങനെ ആക്കിയിട്ട് മുടിയെല്ലാം പറിച്ചിട്ട് ഇങ്ങനെ നടന്നിട്ട് ചുമരിൽ മുട്ടിയിട്ട് അട്ടഹസിക്കുന്ന കുട്ടികൾക്കിടയിൽ സാധാരണ നോർമലായ ഒരു കുട്ടിയെ കൊണ്ടുപോയി കിടത്തരുത്. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത്, ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ 2-3 മെത്തേഡുകൾ നമ്മൾ പാലിച്ച്, പറ്റുന്നില്ല എങ്കിൽ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകണം. ഞാൻ പറയാ, ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളെ ഡി അഡിക്ഷൻ സെന്റർ ഒന്ന് കാണിച്ചു കൊടുക്കെങ്കിലും വേണമെന്നാണ്. നമ്മൾ ഈ ഊട്ടിയും മൈസൂരും മാത്രം പോയാൽ പോരാ, ഡി അഡിക്ഷൻ സെന്ററിൽ എന്ത് നടക്കുന്നു എന്ന് ഒറ്റത്തവണ സുബോധത്താൽ അത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ്
ഒരു കുട്ടിയും പിന്നെ ഇത് ഉപയോഗിക്കാൻ നിൽക്കില്ല. കാരണം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്ലേറ്റോ അല്ലെങ്കിൽ ഗ്ലാസോ കൈ കിട്ടിയാൽ അതുകൊണ്ട് ഇങ്ങനെ കൈ മാന്തിയിട്ട് നരമ്പ് പൊട്ടിച്ചിട്ട് രക്തം കുടിക്കുന്ന കുട്ടികളെ ഡി അഡിക്ഷൻ സെന്ററിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് സുബോധത്താൽ മരുന്നടിക്കുന്നതിന് മുമ്പേ നമ്മുടെ കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ പടച്ചോനെ ഇങ്ങനെയൊന്നും ആകാതിരുന്നാൽ മതി എന്ന ഉറപ്പ് നമ്മുടെ കുട്ടികൾക്കുണ്ടാകും. അതുകൊണ്ട് ഡി അഡിക്ഷൻ സെന്ററിൽ അത് ഉണ്ടാകുന്നതിന് മുമ്പ് കാണാൻ പോകുന്നത് നല്ലതാണ്. പക്ഷെ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണമ്പോൾ അതിനു മുമ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് വീണ്ടും ഈ സ്ഥലത്തേക്ക് അവനെ എത്തിക്കരുത്. അവനെ റീപ്ലേസ് ചെയ്യാൻ പറ്റണം, അഥവാ മറ്റൊരു ലോകത്തിലേക്ക് അവനെ എത്തിക്കണം. പഴയ ഗ്യാങ്ങിലേക്ക് അവനെ എത്തിക്കരുത്. ഈ ഗ്യാങ് പിന്നെയും അവനെ തേടി പോകുമെങ്കിലും. അങ്ങനെ എത്രയോ കുട്ടികൾ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് വിദേശ രാജ്യത്തേക്ക് ജോലിക്ക് കയറി നന്നായിട്ടുള്ള ഒരുപാട് മക്കളെ നമുക്കറിയാം. ഞാൻ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ സംഘടന, ഈ സംഘബോധം എന്നും ഇതിനു വേണ്ടിയിട്ട് തുനിയുന്ന ഒന്നാണ്. ഞാൻ പറഞ്ഞോളൂ, ഞാൻ പ്രത്യേക ഒരു സംഘടനയാളല്ല. ഒക്കാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഗുരുനാഥന്മാരുണ്ടാകും, അവർ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളുണ്ടാകും എന്നതല്ലാതെ ഞാൻ അതിൽ നിന്നൊന്ന് വിഭിന്നമായി സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എല്ലാ സംഘടനയും നമ്മൾ മാനിക്കുന്നു, സ്നേഹിക്കുന്നു, അവരെ എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കുന്നു. സംഘടനാപരമായ പക്ഷപാതിത്വം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവിതർക്കങ്ങളിൽ ഇടപെടാൻ എൻ്റെ ജീവിതം ഞാൻ ഒരിക്കലും ചെലവഴിക്കരുത് എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ പറഞ്ഞോട്ടെ, നമ്മൾ നന്മയുടെ പാതയിലൂടെ മുന്നേറുക. ഈ സംഘബോധം, ഈ സംഘടന ഏറ്റവും ഉദാത്തമായ രീതിയിൽ പോകുന്ന ഒരു സംഘടനയാണ്. അതിന് ഖുർആന്റെ ഒരു വെളിച്ചമുണ്ട്, ഒരു നൂറുണ്ട്. ആ പ്രകാശത്തിലൂടെ നമ്മൾ പോകണം. ഏകനായ അള്ളാഹുവിലേക്ക് നമ്മുടെ കുട്ടികളെ ചേർത്ത് വെക്കുന്ന ഒരു വല്ലാത്തൊരു ലോകം നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കണം. അങ്ങനെ കുട്ടികളെ ഓരോ പ്രായത്തിലും എങ്ങനെയൊക്കെയാണ് അങ്ങനെ ഡൈവേഴ്സിഫിക്കേഷനിലൂടെ കൊണ്ടുപോകേണ്ടത് എന്ന്, കളിക്കേണ്ട സമയത്ത് കളിക്കാനും, ഭംഗിയുടെ സമയത്ത് ഏറ്റവും വലിയ ഭംഗി ഏതാണെന്നും, വിനോദത്തിൽ ഏറ്റവും നല്ല വിനോദം ഏതാണെന്നും, ആ വിനോദം ഇത് ഈ സ്റ്റേജിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകും. പക്ഷേ ഭംഗി എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങൾ മാറ്റി മാറ്റി ഉടുക്കുന്നതിലല്ല മോനെ. ഒരിക്കലും വസ്ത്രങ്ങൾ മാറ്റി മാറ്റി ഉടുക്കുന്നതിന് പകരം നീ പെരുന്നാളിന്റെ ദിവസം എത്തിയുമായ ഒരു കുട്ടിക്ക് നിന്റെ പുതിയ വസ്ത്രം കൊണ്ട് ചെന്നെത്തിക്കുമ്പോൾ ആ കുട്ടിയുടെ കണ്ണിൽ നിന്നും ഒഴുകുന്ന ഒരു കണ്ണുനീരുണ്ട്. അതാണ് നിന്റെ സീനത്തെന്ന്, അതാണ് നിന്റെ ഭംഗിയെന്ന് നീ ഒരിക്കലും വിട്ടുപോകരുതേ മോനെ എന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ മകനെ ഇരുത്തിക്കൊണ്ട് പറയല്ല, എന്നാലും പറഞ്ഞോട്ടെ, ഒരു പോസിറ്റീവായിട്ട് പറഞ്ഞോട്ടെ. ഈ വയനാട്ടിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് വീടുകൾ ഒലിച്ചു പോകുന്നത് കണ്ടവൻ അന്ന് ചെറിയ കുട്ടിയാണ്. ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, ആ വീട് എന്താ ഉപ്പ അങ്ങനെയെന്ന്. അവ പറഞ്ഞു, മോനെ അത് ഒഴുക്കിൽപ്പെട്ട് പോയതാണ്. അപ്പം അതിലുള്ള ആൾക്കാരോന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, അത് അതിലുള്ള ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും, നല്ല വീട്, അപ്പം ഇനി അവരെവിടെ താമസിക്കുക, അവൻ്റെ ചോദ്യങ്ങളാണ്. അപ്പം പറഞ്ഞു, അത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും, പിന്നെന്തെങ്കിലുമൊക്കെ ആവും എന്ന് പറഞ്ഞ ആ വീട് ഇങ്ങനെ അസ്തമിച്ചപ്പോൾ അവനിങ്ങനെ നോക്കുമ്പോൾ അവൻ്റെ രണ്ട് കണ്ണിങ്ങനെ ഒലിക്കുന്നുണ്ട്. ആഹാദി മർസുക്ക് മുജിത്തബ എന്ന് പറയുന്ന എൻ്റെ മോൻ ഇപ്പോൾ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. രണ്ട് കണ്ണിങ്ങനെ ഒലിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ കൊടുക്കുന്ന, ഞാനൊരു ഇത് പറയല്ല, ഒരു എന്താ പറയുക, ഒരു പിന്നെ ഉയർത്തി പറയല്ല, ഞാൻ പറയാം, അതാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ A+. അവനിനി SSLCക്ക് A+ എടുത്തില്ലെങ്കിൽ പോലും ആ മനസ്സ് കാത്തു സൂക്ഷിക്കുന്ന മക്കളാണ് നമ്മുടെ A+ എന്ന് പറഞ്ഞാൽ. അല്ലാതെ വെറും A+ എടുക്കുന്ന മക്കളല്ല A+കാരൻ. പകരം ഒരു മനുഷ്യൻ ആപ്പതിച്ചു എന്ന് കാണുമ്പോൾ അവിടുത്തെ കുട്ടികൾ എവിടെയായിരിക്കും പടച്ചോനെ എന്ന് ചിന്തിക്കുന്ന അങ്ങനെയുള്ള നല്ല മനസ്സുള്ള കുട്ടികളായി നമ്മുടെ എല്ലാവരുടെ കുട്ടികളുണ്ടാകും. എൻ്റെ മോനൊരു ഉദാഹരിച്ചു പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ മനസ്സുള്ള കുട്ടികളായി നമ്മളെ കുട്ടികളെ വളർത്തണം. അതിനെന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മൾ സഞ്ചരിക്കണം. ഓരോ സ്ഥലത്തും പോയിട്ട് വിഷമങ്ങൾ നമ്മൾ കാണണം, പാവപ്പെട്ടവരുടെ നോവുകൾ കാണണം. അതേപോലെ തന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ മെമ്പേഴ്സാക്കി പറ്റുമെങ്കിൽ നമ്മുടെ കുട്ടികളെ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ മാറ്റണം. ഇങ്ങനെ മനുഷ്യൻ്റെ കാരുണ്യവുമായി ബന്ധപ്പെടുത്തി അവനെ കൊണ്ടുപോവുകയും ഡി അഡിക്ഷൻ സെന്ററിലെ ആളുകളുടെ വിഭ്രാന്തി കണ്ടിട്ട് ഭയപ്പെട്ടു പോകുന്ന മകനായി അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ, എൻ്റെ അനുജന്മാരെയോ എൻ്റെ മറ്റുള്ളവരെയോ അതിലേക്ക് കൊണ്ടുപോകില്ല എന്ന ഉറപ്പോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നതാണ്. അതിന് നമ്മൾ എപ്പോഴും വെക്കേണ്ടത് അതിനെ ഇരുട്ടിനെ കുറിച്ച് പറയലല്ല. ഈ പറയുന്ന കൊലപാതകങ്ങൾ ഇനിയും ഒരു പക്ഷേ ആവർത്തിച്ചേക്കാം, ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും ഒരു പക്ഷേ കേരളം കലുഷിതമാകാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കോർപ്പറേറ്റ് ഭീമന്മാരുടെ സന്നിവേശമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കാരണം കേരളം എന്ന് പറഞ്ഞ അച്ചടക്കത്തോടു കൂടി നടക്കുന്ന ഒരു സംസ്ഥാനമുണ്ടെന്നും അവിടെയൊക്കെ അഴുകുഴമ്പനാക്കി മാറ്റാൻ ഇത് ഇരച്ചു കയറേണ്ടതുണ്ടെന്നും അതിന്റെ രാഷ്ട്രീയമുണ്ടാകാം, അതിൻ്റെതായ എക്കണോമിക്സ് ഉണ്ടാകും, അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാകും, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാകും. കോർപ്പറേറ്റ് ഭീമന്മാരുടെ എല്ലാ കയ്യിലും പെട്ടുപോകുന്ന ആളുകളായി നമ്മൾ മാറുകയാണ്.
ബാക്കിയുള്ളവരെല്ലാം അതിൻ്റെ ചട്ടുകങ്ങൾ മാത്രമാണ്. ആ സമയത്താണ് ഇങ്ങനെ പ്രേരിതമായ മുഖത്തോടു കൂടി നിൽക്കുമ്പോൾ പ്രണയം എന്ന് പറയുന്നത് ശരിയല്ലെന്ന് ഒരു ഭാഗത്തുനിന്ന് വിളി കേൾക്കുമ്പോൾ ഇപ്പുറത്തിരുന്നിട്ട് എത്തീസ്റ്റുകൾ പറയും പ്രണയിക്കാതെ എന്ത് ലോകമെന്ന്. അങ്ങനെ അവൻ പ്രണയത്തെ ആഗ്രഹിച്ചു പോകും. അങ്ങനെ ആ ലോകത്തിലേക്ക് കടന്നു പോകുമ്പോഴാണ് പിന്നെ എന്ത് സംഭവിക്കുക? അവൻ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഈസ് അല്ലാഹ് ഈസ് അലൈവ്, അള്ളാഹു ജീവിച്ചിരിപ്പുണ്ടോ എന്ന ചോദ്യം ചോദിക്കും. പർദ്ദയിട്ട കുട്ടികളും അഫ്തയിട്ട കുട്ടികളും ഇന്ന് ഈസ് അല്ലാഹ് ഈസ് അലൈവ് എന്ന് പറയുന്ന ലോകത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവരെയൊക്കെ സൗമ്യമായി കാണാനും അവരെ തിരുത്താനും പറ്റുന്ന യുക്തിഭദ്രമായ ഒരു രീതിശാസ്ത്രം നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. അങ്ങനെ അതിമനോഹരമായി നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. ഈ പറയുന്ന ടോളറൻസ് എന്ന് പറയുന്ന ആദ്യം ഉപയോഗിച്ചതിൽ നിന്ന് സാലിയൻസിലേക്ക് കയറുന്നതിന് മുമ്പേ, സാലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവൻ്റെ മനം പോകും. അങ്ങനെ അവൻ ചുമരിനിടിക്കാൻ തുടങ്ങും, തലയിട്ടടിക്കാൻ തുടങ്ങും, പ്ലേറ്റ് കൊണ്ട് അല്ലെങ്കിൽ കയ്യിൽ കിട്ടുന്ന ആയുധം കൊണ്ട്. തൻ്റെ ഉള്ളിൽ ബ്ലഡിൽ ഇതിൻ്റെ അംശമുണ്ടെന്ന് കരുതി അത് കീറാൻ തുടങ്ങും. ഇങ്ങനെ വന്നിട്ട് അവസാനം സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് പോകും. വിഡ്രോവൽ സിൻഡ്രം എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് അവൻ കടന്നു പോകും. അവസാനം ആത്മഹത്യയുടെ വക്കിലെത്തുന്നതിന് മുമ്പേ അവനെ തിരിച്ചറിയാനും കൗൺസിലിംഗ് നടത്താനും ഇതൊക്കെ നടത്താനും ഒക്കെ പറ്റണം. അത് നെഗറ്റീവായി പോകുന്ന കുട്ടികൾക്ക്. എന്നാൽ പോസിറ്റീവായി പോകുന്ന കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികളെ കൃത്യമായി ഖുർആനിലേക്ക് തിരിച്ചു പിടിക്കണം. UK നടന്നൊരു പഠനമുണ്ട്. ഈ ലോകത്തിൽ ഡ്രഗ്സിൽ നിന്നും ഇത്തരത്തിലുള്ള മയക്കുമരുന്നിൽ നിന്നും ഇത്തരത്തിലുള്ള പിന്നെ ഈ മറ്റുള്ള ഈ പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ ആളുകളെ മാറ്റി നിർത്തുന്നത് എന്തെന്ന് ചോദിച്ചാൽ സൈക്കോളജിസ്റ്റുകളുടെ കൗൺസിലിങ്ങിനേക്കാൾ, സോഷ്യോളജിസ്റ്റുകളുടെ സോഷ്യൽ ആക്ടിവിറ്റീസിനേക്കാൾ അതേപോലെ തന്നെ ആന്ത്രോപോളജിസ്റ്റുകളുടെ ഏറ്റവും പ്രബലമായ ഇന്നലകളെ കുറിച്ചുള്ള പഠനങ്ങളെക്കാൾ ഏറ്റവും പ്രബലമായത് എന്താണെന്നറിയോ? ആളുകളെ ദീനിയാക്കുക എന്നതാണ്. മതപരമായ മൂല്യത്തിലേക്ക് ആഴ്ന്നിറങ്ങിയവർ മാത്രമാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് എന്നേക്കുമായി വിട്ടുനിൽക്കുന്നത് എന്ന് UK നടന്ന പഠനം പറയുന്നു. ആ പഠനം തെളിയിക്കുന്നത് എന്താ? ചെറുപ്പം മുതലേ ഖുർആൻ ഇത് മോശമാക്കിയിട്ടുണ്ടെന്നും അതിലേക്ക് അടുക്കരുതെന്നും വലാ തഖ്റബ്, നിങ്ങൾ അതിലേക്ക് അടുക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകഛത്രാധിപതിയെ അള്ളാഹു ഉണ്ടെന്നും നാളെയുടെ ഒരു ലോകമുണ്ടെന്നും ആ ലോകം ഞാൻ കാണാനിരിക്കുകയാണെന്നും ഈ കാണുന്ന ടൈമിനും സ്പേസിനും അപ്പുറത്ത് ലാഹൂത്തും ജബറൂത്തും മലക്കൂത്തും അലമൂത്തും ആലമുൽ അംറും ആലമുൽ മിസാലും മലഉൽ അലയും കടന്ന് സമാവാത്തും കടന്ന് ഈ പ്രപഞ്ചത്തിന്റെ ആഴങ്ങൾക്കപ്പുറത്തേക്ക് ഏകഛത്രാധിപതിയും സർവാധിപതിയുമായ ഒരു അള്ളാഹു ഉണ്ടെന്ന്, ആ അള്ളാഹു മാത്രമാണ് സൃഷ്ടാവെന്ന്, അവനിലേക്ക് മാത്രമാണ് ഞാൻ തിരിയേണ്ടതെന്ന്, അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന്, അവനല്ലാത്ത ഒരാളിലേക്കും കൈകൾ ഉയർത്തില്ല എന്ന്, ബാക്കി വസ്തുക്കളും വ്യക്തികളും ശക്തികളും അവസ്ഥകളും എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികൾ മാത്രമാണ് എന്ന്, അതിൽ കേവലം മനുഷ്യരായാലും ശരി, ഇന്നലകളിൽ കഴിഞ്ഞു പോയ മനുഷ്യർ, ഇന്നുള്ള മനുഷ്യർ, നാളെയുടെ മനുഷ്യർ, അത് കഴിഞ്ഞിട്ട് വരാനിരിക്കാനെന്ന മനുഷ്യർ, ജിന്നുകൾ, മലക്കുകൾ, ആരൊക്കെയുണ്ടോ മലക്കുകൾ പോലും അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന ബോധ്യം നമ്മുടെ കുട്ടികൾക്ക് ഒടുക്കി കൊടുക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. സാക്ഷാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നാൽ പോലും ആ ജിബ്രീലിനെ പോലും മാറ്റി നിർത്തിയിട്ട് നിങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ജിബ്രീൽ, എനിക്ക് എൻ്റെ അള്ളാഹു മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, ഇബ്രാഹിമി തൗഹീദിലേക്ക് നമ്മളെ കുട്ടികളെ നമ്മൾ എത്തിക്കണം. ഇത് കേവലം ഒരു വാക്കല്ല. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ ആദ്യം വസ്തുക്കൾ ഭയപ്പെടുത്തി, പിന്നെ ശക്തികൾ ഭയപ്പെടുത്തി, ഫിറഔൻ എന്ന ശക്തിയും തീ എന്ന ശക്തിയും എല്ലാം ഭയപ്പെടുത്തി. അതിൽ നിന്നെല്ലാം മുക്തി നേടിയപ്പോൾ സാക്ഷാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ഇൻവിസിബിളായി മറ്റുള്ളവർക്ക് വിസിബിളായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ആ സമയത്തും വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ മാറ്റി നിർത്തുന്ന ഇബ്രാഹിം നബിയെ നമ്മൾ ഖുർആനിൽ കാണും. നിങ്ങളും മാറി നിൽക്കിൻ, നിങ്ങളും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരനാണ്, എനിക്ക് എൻ്റെ അല്ലാഹു മതി, ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ. പിന്നെ എന്ത് വേറെ ചർച്ച? മനുഷ്യരിലേക്ക് അടുക്കണോ, ഖബറിലേക്ക് അടുക്കണോ, ജിന്നിലേക്ക് അടുക്കണോ, മലക്കിലേക്ക് അടുക്കണോ എന്ന ചർച്ചയെ വേണ്ട ആവശ്യമില്ല. നിങ്ങളും മാറി നിൽക്കിൻ ജിബ്രീൽ, എനിക്ക് എൻ്റെ അല്ലാഹു മതി, ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ. ആ ഒരു അവസ്ഥയിലേക്ക് കയറിയതിന്റെ പേരിലാണ് എന്തു പറഞ്ഞത്? ഖുൽ ഇബ്രാഹിം, നാം പറഞ്ഞു തീയനോട്, മലക്കുകളോട് പറഞ്ഞു എന്നല്ല അല്ലാഹു പറയുന്നത്. നാം പറഞ്ഞു, യാ നാർ, ഏ തീയേ, കൂനി നീ ആയിത്തീരുക, ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ പേരിൽ അലൈഹിസ്സലാത്തു വസ്സലാം തണുപ്പും രക്ഷയുമാവുക എന്ന് ഞാൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭമെന്നല്ല, ഞാൻ മഴയോട് പറഞ്ഞ സന്ദർഭമെന്നല്ല, ഞാൻ ഈ പ്രപഞ്ചത്തോട് പറഞ്ഞ സന്ദർഭമെന്നല്ല, തീയനോട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്ന് അള്ളാഹു പറയുന്നു. ഖുൽനാ
യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അല്ലാഹു നേരിട്ട് ഇടപെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് ഭയപ്പെടാനില്ല. വസ്തുക്കൾ വരട്ടെ, ശക്തികൾ വരട്ടെ, അവസ്ഥകൾ വരട്ടെ, ഈ ലോകം മനുഷ്യന് ഹാലാത്തിന്റെയും അവസാനിപ്പിക്കുന്നു. ഹാലാത്തിന്റെയും ഹാജാത്തിന്റെയും ലോകമാണ്. രണ്ടേ ഈ ലോകത്തിൽ നടക്കുന്നുള്ളൂ. ഒന്ന് ഹാലാത്ത്, അവസ്ഥകളാണ്. അതൊരു പക്ഷേ വ്യക്തിപരമായി വരാം, കുടുംബപരമായി വരാം, സമൂഹപരമായി വരാം, രാഷ്ട്രപരമായി വരാം, വർഗീയപരമായി വരാം, ഒരുപാട് കെടുതികൾ കടന്നു വരാം. എല്ലാ ഹാലാത്തും അത് അള്ളാഹുവിന്റെ ആധിപത്യത്തിലാണ്. എല്ലാ ഹാലാത്തിന്റെയും റബ്ബ് അള്ളാഹുവാണ്, അതല്ലാതെ മറ്റാരുമല്ലെന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റണം. പിന്നെ നമുക്ക് അഭിലാഷങ്ങളാണ്. ആ അഭിലാഷങ്ങൾ എന്താ? നമുക്ക് പഠിക്കണം, കുട്ടികൾ പഠിക്കണം, കുട്ടികൾ SSLC എഴുതണം, +2 എഴുതണം, ഡിഗ്രി എഴുതണം, പ്രൊഫഷണൽ ആകണം. ഇതൊക്കെ നമ്മുടെ ഹാലാത്തുകളാണ്. സാമ്പത്തികപരമായ പുരോഗതി ഹാലാത്തുകളാണ്. നമുക്ക് സാംസ്കാരികപരമായ പുരോഗതി പിന്നെ നമ്മുടെ ഹാജാത്തുകളാണ്. ഇങ്ങനെ ഹാജാത്തുകൾ നമ്മുടെ ആവശ്യങ്ങളാണ്, നമ്മുടെ ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങളുടെയും റബ്ബ് അള്ളാഹുവാണ്. അതുകൊണ്ട് ആഗ്രഹം വരുമ്പോഴും അള്ളാഹുവിലേക്ക്, എൻ്റെ ഈ പറയുന്ന ഹാലാത്ത് വരുമ്പോഴും അള്ളാഹുവിലേക്ക്. ഹാലാത്തിൻ്റെയും ഹാജാത്തിൻ്റെയും ഇടയ്ക്ക് ജീവിക്കുന്ന ജീവിതമേ നമുക്കാകെ തിരിയാനുള്ളത് ഏകഛത്രാധിപതിയായ അള്ളാഹുവിലേക്ക് മാത്രം. ഈ ഒരു ഫിലോസഫി നമ്മുടെ മക്കളിലേക്ക് ഇട്ടുകൊടുക്കണം. അവിടെ മറ്റൊരു ചർച്ചയും ഉണ്ടാകരുത്. ഒരേ ഒരു വഴികാട്ടി മാത്രം, ബാക്കിയുള്ളവരെല്ലാം അതിൻ്റെ താഴെ. അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പറയുകയും ഇപ്പുറത്ത് ഏത് വലിയ ഔലിയ പറഞ്ഞു എന്ന് പറഞ്ഞാലും ഇതിന് എതിരാകുമെങ്കിൽ തള്ളിയേക്കണം നമ്മൾ. നമുക്ക് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം മതി. ആ ഒരു അവസ്ഥയിലായിരിക്കണം നമ്മുടെ ജീവിതം ഉണ്ടാകേണ്ടത്. കാരണം എവർ ലാസ്റ്റ് ആൻഡ് എവർ ഗ്രീൻ ദി ഗ്രേറ്റ് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിയാനും റസൂലുള്ളാഹിയുടെ സുന്നത്തനുസരിച്ച് നടക്കാനും അങ്ങനെ വിശാലമായ കാഴ്ചപ്പാടോടെ പോകാനും എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കാനും വർഗീയത ഒരു ലാഞ്ചന പോലും മനസ്സിൽ കടന്നുകൂടാതെ എല്ലാ മനുഷ്യരെയും സ്നേഹിച്ചുകൊണ്ടും എല്ലാവരെയും സഹായിച്ചുകൊണ്ടും അവസാനം മയ്യത്ത് കട്ടിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരാൾ എവിടുന്നാണ് ഈ പ്രദേശത്തുണ്ടാവുക എന്ന് മണൽത്തരികൾ പോലും കോരിത്തരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനാണ് ഇങ്ങനെയുള്ള സംഘബോധത്തെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് കുട്ടികൾ ഒബ്സർവ് ചെയ്യണം. പോസിറ്റീവായി പറഞ്ഞാൽ കുട്ടികളെ കുട്ടിക്കാലം മുതലേ ഖുർആനിൽ ഉറച്ചു നിർത്തണം, സുന്നത്തായ രീതിയിൽ ഉറച്ചു നിർത്തണം. അവരെ കളിക്കാൻ അനുവദിക്കുന്നതോടുകൂടി എല്ലാ മേഖലയും തൊട്ടുതീണ്ടിക്കൊണ്ട് പോകണം. അതോടൊപ്പം തന്നെ അവരെ ഏറ്റവും നല്ല കാര്യത്തിൽ ഉയർത്തണം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, ദുനിയാവിലും ആഖിറത്തിലും ഹസനയായിരിക്കണം ഉണ്ടാകേണ്ടത്. ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, രണ്ടിനെയും മിങ്കിളായി മുന്നോട്ട് കൊണ്ടുപോകണം. അവൻ സ്വസ്ഥമായും നല്ല രീതിയിലും ഈ ദുനിയാവിൽ ജീവിക്കട്ടെ. അതോടൊപ്പം അവനൊരു സോഷ്യൽ റിഫോമർ ആകട്ടെ, അവളുമാകട്ടെ. അതോടൊപ്പം തന്നെ അവൻ സുന്ദരമായ ജീവിതം തീർത്ത് ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ നാളെയുടെ ലോകത്തിൽ ഒറ്റയ്ക്കല്ല അവൻ സ്വർഗത്തിലേക്ക് പോവുക. ഒരു ലിവാ ഏന്തിക്കൊണ്ട് അവൻ്റെ കൊടിയുടെ കീഴിൽ ഒരുപാട് ആളുണ്ടാകും. ഹദീസിൽ നമുക്ക് കാണാം, സഹിഹായ ഹദീസിൽ. ആ സമയത്ത് ആളുകൾ വിളിച്ചു ചോദിക്കുന്നവർ ഹൽ ഹാദർ റസൂൽ, ഇതൊരു പ്രവാചകനാണോ എന്ന് വിളിച്ചു ചോദിക്കും. ഇത് പ്രവാചകനുമല്ല, ഒരു നബിയുമല്ല, റസൂലുമല്ല, ഇത് റസൂലുള്ളാഹിയുടെ ഒരു ഉമ്മത്തിയാണ്. അവൻ്റെ പ്രബോധനത്തിലൂടെ കടന്നു വന്ന ആളുകളുടെ ശൃംഖലയാണ് നിങ്ങൾ ഈ കാണുന്നത് എന്ന് നാളെ മഹ്ശറ മനസ്സിലായി വിളിച്ചു പറയും. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു സോഷ്യൽ റിഫോമറായി, ഒരു ഗ്രേറ്റ് ദാഴിയായി നമ്മുടെ ആൺകുട്ടികളെയും മക്കളെയും എല്ലാവരെയും നമ്മൾ വളർത്തണം, പെൺകുട്ടികളെയും. അങ്ങനെ സുന്ദരമായ ഒരു വീട് നമുക്കുണ്ടാകണം, കുടുംബ സംവിധാനം ഉണ്ടാകണം, സാമൂഹ്യ അവസ്ഥകൾ നമുക്കുണ്ടാകണം, രാഷ്ട്ര നിർമ്മാണം നമുക്കുണ്ടാകണം. ലോകത്തിൽ മുഴുവൻ സ്നേഹം കളിയാടുന്ന, മനുഷ്യനെ മുഴുവൻ സ്നേഹിക്കുന്ന, അവർക്ക് മുഴുവൻ വഴികാട്ടാൻ പറ്റുന്നത്ര വഴികാട്ടുന്ന, അതിനുവേണ്ടി ഭാഷ പഠിക്കുന്ന, അതിനുവേണ്ടി സഞ്ചരിക്കുന്ന, അതിനുവേണ്ടി ബുദ്ധി ഉപയോഗിക്കുന്ന, അതിനുവേണ്ടി സ്ട്രാറ്റജി മെനയുന്ന, അതിനുവേണ്ടി ആയുസ്സിനെ ചെലവഴിക്കുന്ന മക്കളും കുടുംബവുമായി നമ്മൾ ഓരോരുത്തരും മാറാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ സമയം അധികരിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.